ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഓൺ ഫിനാൻസ് വേദപുസ്തകത്തിലെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു ലഘു പഠനമാണ് തുടർന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത്. വചനം പറയുന്നു, വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരം കൊടുക്കുന്ന ദൈവം നിങ്ങളുടെ വിതയെ നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പറയുന്നു. ദൈവം നിങ്ങൾക്ക് ഒരു നന്മ തരുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ഭക്ഷണവും മറ്റൊന്ന് വിത്തുമാണ്. വിത്ത് നിങ്ങൾ ശരിയായ നിലത്തിൽ വിതച്ചാൽ നിങ്ങൾ വിതച്ച വിത്തിനെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഒരു കൊയ്ത്തായി നിങ്ങളുടെ കയ്യിൽ മടക്കിത്തരും. വിതയുടെയും കൊയ്ത്തിൻ്റെയും ഈ തത്വത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സുകളിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലുള്ള സമ്പത്തിനെ കുറിച്ചുള്ള തത്വങ്ങളാണ്. ഓക്കെ, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഓൺ ഫിനാൻസ്. വേദപുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു സാമ്പത്തിക തത്വശാസ്ത്രമുണ്ട്. അത് നാം ശരിയായ രീതിയിൽ പഠിക്കേണ്ട ആവശ്യമാണ്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു വസ്തുവാണെന്ത്? ധനം. ആ ധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ മക്കൾക്ക് ശരിയായിരിക്കുന്ന അറിവുണ്ടായിരിക്കും. ധനം കൊടുക്കുന്നതും ധനം സ്വീകരിക്കുന്നതും എല്ലാം നമുക്ക് ഒരു ശരിയായ ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ധനം തന്നെ നമ്മുടെ ശത്രുവായിത്തീരും. അനേക വ്യക്തികളുടെയും തകർച്ചയ്ക്കുള്ള ഒരു പ്രധാന കാരണം ശരിയായ രീതിയിൽ ധനത്തെ അവർ വിനിയോഗിച്ചില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഒരു വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് അല്പം സമയം ചിന്തിക്കാം. തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം തുടങ്ങി. തിമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം തുടങ്ങി. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമല്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശവെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. നോക്കി, ഞാൻ 1-2 പ്രധാന തത്വങ്ങൾ പറഞ്ഞു തുടങ്ങാം. അവിടെ പറയാണ്, ധനം നിശ്ചയമല്ലാത്ത ഒന്നാണ്. വേദപുസ്തകത്തിൽ ഒരു പ്രധാന പഠിപ്പിക്കില്ല, മറ്റു പല ഭാഗങ്ങളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിശ്ചയമല്ലാത്ത ഒന്നാണ് എന്ത്? ധനം. ഒരിക്കലും സ്ഥിരമായി ധനം ഇരിക്കുന്നില്ല. ധനം മാത്രമല്ല, ധനവും അധികാരവും പദവികളും ഒക്കെ എന്ത് ചെയ്യും? സ്ഥിരമല്ല. പ്രത്യേകിച്ച് ധനം എന്തല്ല? നിശ്ചയം ഉള്ളതല്ല, സ്ഥിരമല്ല. ഇന്ന് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നാളെ എവിടെയായിരിക്കും? നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇന്ന് എൻ്റെ തലമുറയിൽ സമൃദ്ധിയുണ്ടെങ്കിൽ നാളെ എൻ്റെ തലമുറയിൽ അത് കാണണമെന്ന് ഇല്ല. എന്നാൽ ധനം നിശ്ചയമല്ലാത്തതിന് അല്ലെങ്കിൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുവാൻ പല കാരണങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ എൻ്റെ ശുശ്രൂഷയിൽ ഇങ്ങനെ ഒത്തിരി ധനവാന്മാരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തലമുറയിൽ വലിയ ധനമുണ്ടായിട്ട് വലിയ ധനവാന്മാരായിരുന്നു. എന്നാൽ അവരുടെ അവസാനം എത്തിയപ്പോൾ അല്ലെങ്കിൽ അടുത്ത തലമുറ തുടങ്ങിയപ്പോൾ അവരുണ്ടാക്കിയ ധനങ്ങളെല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെടുക മാത്രമല്ല, വലിയ ദാരിദ്ര്യത്തിൽ അവർ വീഴുവാൻ ഇടയായി കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കേസൊക്കെ പഠിച്ചു വന്നപ്പോൾ
ഞാൻ കണ്ട ഒരു പ്രധാന വിഷയം, ഈ പണം നഷ്ടപ്പെടാനും ഇവർ കഷ്ടം അനുഭവിക്കാനും കാരണം ഇവരെ കയ്യിൽ വന്ന പണത്തിന്റെ ഉറവിടം നീതി ഉള്ളതല്ല, അല്ലെങ്കിൽ നീതിയുള്ള പണമല്ല ഇവരെ കയ്യിൽ വന്നത്. കുറച്ചുകൂടെ പറഞ്ഞാൽ ഡിവൈൻ അല്ല, ദൈവികമായ ധനം അല്ലായിരുന്നു. ചില ആൾക്കാർ മോഷ്ടിച്ചു പിടിച്ചു പറിച്ചൊക്കെ എന്ത് ചെയ്തു? ധനം ഉണ്ടാക്കി. അതെന്താണ്? മുഴുവൻ ഇല്ലീഗലാണ്. ആ പണം എന്ത് ചെയ്യും? അവരെ വിട്ടങ്ങ് പോവും. ഓക്കെ. മറ്റു ചില ആൾക്കാർ പണം ഉണ്ടാക്കിയത് ആരെയും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചൊന്നുമല്ല, പക്ഷെ അത് പൂർണ്ണമായും എന്തല്ല, നീതിയുള്ള പണമല്ല, അല്ലെങ്കിൽ എന്തല്ല, ഡിവൈൻ അല്ല, അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൽ നിന്നും വന്നതല്ല. ഞാനൊരു പണ്ടൊരു കുടുംബത്തെ കണ്ടപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് കുടുംബം. പക്ഷെ അവരുടെ പിതാവിന്റെ സമയം കഴിഞ്ഞു, മക്കളുടെ സമയം എത്തിയപ്പോൾ അവരുടെ ബിസിനസ് കംപ്ലീറ്റ് തകർന്നു പോയി. അവർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തി. ഒരു ടൗണിന്റെ മധ്യഭാഗത്ത് വസ്തുക്കൾ ഏറെയുണ്ട്. ആ ഒരു വസ്തു പോലും വിറ്റ് കടം തീർക്കാൻ കഴിയാത്ത അവസ്ഥ. അവസാനം വസ്തു വിറ്റ് കടം വീട്ടി കഴിഞ്ഞപ്പോൾ 1 രൂപ പോലും ബാലൻസ് ഇല്ല. ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത അവസ്ഥ എത്തിച്ചു വന്നു. അവർ ദൈവഭാഗത്ത് വന്നു, ഞങ്ങൾ വചനം പഠിപ്പിച്ചു. ഇന്ന് ദൈവം അവരെന്ത് ചെയ്തു? വീണ്ടും അവർ മക്കളെ അനുഗ്രഹിച്ചു ഉയർത്തിയിട്ടുണ്ട്. ആ തലമുറയിൽ അവർക്ക് എങ്ങനെ ഈ നഷ്ടം വന്നു എന്ന് പഠിച്ചു നോക്കിയപ്പോൾ അവരുടെ പൂർവികൻ അല്ലെങ്കിൽ അവരുടെ പിതാവ് ഈ ബിസിനസ് ആരംഭിച്ചത് അന്ന് അദ്ദേഹത്തിന് കിട്ടിയ 10,000 രൂപ, അഥവാ ലോട്ടറി അടിച്ചു കിട്ടിയ 10,000 രൂപയാണ്. ലോട്ടറി കാശ് എന്തല്ല, പാവമൊന്നുമല്ല, അക്രമവും കൊള്ളയൊന്നുമില്ല, നിയമപരമായി കിട്ടിയ ലോട്ടറിയാണ്. പക്ഷെ അതെന്തല്ല, ഡിവൈൻ അല്ല, ദൈവികമല്ല. അതിനകത്ത് എന്തുണ്ട്? ഒരു കൂട്ടം ആൾക്കാരുടെ കണ്ണുനീരും ശാപമുണ്ട്. ഈ ലോട്ടറി എടുത്തിട്ട് കിട്ടാതിരിക്കുന്ന എന്ത് ചെയ്യും? അനുഗ്രഹിക്കുകയാണ് വാഗുണ്ട്. അവന്റെ സമയത്ത് അവനെന്തുണ്ടാകും? ആ പണം ഉപയോഗിച്ചൊരു നന്മ കാണുമെങ്കിലും അവന്റെ അന്ത്യത്തോടടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ മക്കളുടെ സമയമാകുമ്പോൾ ഈ പണം അനീതി ഉള്ളതായതുകൊണ്ട് എന്ത് ചെയ്യും? അത് മുഴുവൻ അങ്ങ് പോകും. ആ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഞെരുക്കവും കഷ്ടതയും ഭയങ്കരമാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒത്തിരി ഉദാഹരണമുണ്ട് പറയാനുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്. നിങ്ങൾ കൊള്ള ചെയ്തും അക്രമം കാണിച്ചും പണം ഉണ്ടാക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ വരുന്ന പണത്തിന്റെ ഉറവിടം 100% നീതി ഉള്ളതല്ലെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ ദൈവികമല്ലെങ്കിൽ, അത് നിങ്ങളുടെ കയ്യിൽ വന്ന് നിങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ധനം മുഴുവനും എന്ത് ചെയ്യും? നിങ്ങളെ വിട്ടുപോയിരിക്കും. ഒരു ദിവസം ഒരു അറിയപ്പെടുന്ന ധനാഢ്യൻ, അദ്ദേഹത്തിന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി. അദ്ദേഹം പ്രതീക്ഷിച്ച പണം ഒന്നും കിട്ടാതെ വന്നപ്പോൾ പ്രാർത്ഥിച്ചു. ദൈവം കേട്ടില്ല, വിശ്വാസിയാണ്. അദ്ദേഹം ദൈവത്തിനെതിരെ പൊട്ടിത്തെറിച്ചു. ദൈവം എന്തുവാ എനിക്ക് വേണ്ടി ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട്. ഞാൻ കേട്ടിരുന്നു, ഒന്നും മിണ്ടിയില്ല. 2 വർഷത്തിന് ശേഷം ഈ സംഭവം ഉണ്ടായി. 2 വർഷത്തിന് ശേഷം അത് ഒരിക്കൽ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ചില കാര്യം പറയാനുണ്ട്. 2 വർഷം മുമ്പ് ഒരു രാത്രിയിൽ എന്നോട് പറഞ്ഞ ഒരു വാചകം കിടപ്പുണ്ട്. ഞാൻ അന്ന് അതിന് മറുപടി പറഞ്ഞില്ല. പറഞ്ഞാൽ താങ്കൾക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. എന്നാൽ ഈ 2 വർഷം കൊണ്ട് ദൈവം നിങ്ങളെ എന്ത് ചെയ്തു? കുറച്ചും കൂടെ പണിതു
രൂപാന്തരപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് ഇന്ന് അതിൻ്റെ മറുപടി പറയാം. 2 വർഷത്തിന് ശേഷം ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ വന്ന ഈ പണമെല്ലാം തികച്ചും എൻ്റെ അല്ല, ഡിവൈനല്ല, ദൈവികമല്ല. പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ഞാൻ അക്രമവും കൊള്ളയും കാണിച്ച് പണം ഉണ്ടാക്കിയില്ലെങ്കിലും എൻ്റെ കയ്യിൽ വന്ന സമ്പത്തൊന്നും എന്തല്ല, നീതിയുള്ളതല്ല. അല്പസ്വല്പം ഇതുണ്ട്, വളഞ്ഞ വഴി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അക്രമം കൊള്ളയൊന്നും അല്ല, ഇതൊരു കോൺട്രാക്ടർ. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയ മുഴുവൻ പണവും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് നഷ്ടം വരുന്നത്? ഞാൻ പറയാം. തത്വം ഒന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? ധനം നിശ്ചയമല്ല, അത് നീതി അല്ലാത്തതാണ്. എന്ത് ചെയ്യും? നിശ്ചയമായി നിങ്ങളെ വിട്ടങ്ങ് പോകും. മറ്റൊന്ന്, നിങ്ങൾ ദൈവരാജ്യം പ്രാപിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ദൈവത്തിന്റെ തേജസ്സും രാജ്യവും പ്രാപിക്കാൻ വേണ്ടി സ്വർഗീയ വിളി ഉണ്ടായ ആൾക്കാരാണ്. ദൈവം നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പൊ ഈ അനീതിയുള്ള പണവുമായിട്ട് ദൈവത്തിന് നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നിങ്ങളെ ഒരുക്കണമെങ്കിൽ ഈ അനീതിപരമായി ഉണ്ടാക്കിയ എല്ലാ പണത്തെയും ദൈവത്തിന് തന്നെ നിങ്ങളിൽ നിന്നും എടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് സാമ്പത്തികമായി തകർന്ന ഒരാൾ വരുമ്പോൾ അതെല്ലാം ശാപമാണെന്നും കരുതി അയാളെ വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കും മുമ്പ് അതിന്റെ കാരണങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിക്കണം. ഡിവൈൻ അല്ലാത്ത പണമാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവഹിതമല്ലാത്ത എല്ലാ പണവും എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു പോകും. 2, ദൈവം തന്നെ എന്ത് ചെയ്യും? അതെടുത്തു കളയും. നിങ്ങൾ നിത്യരാജ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണെങ്കിൽ അധ്വാനിച്ചിട്ടല്ലാതെ വരുന്ന ഏത് പണവും, അല്ലെങ്കിൽ ശരിയാവണ്ണം സമ്പാദിച്ച പിതൃസ്വത്തായിരിക്കണം. ഇത് രണ്ടുമല്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവം തന്നെ എടുത്ത് കളഞ്ഞിരിക്കും. ഇവിടുത്തെ പാഠം എന്തുവാ? മറ്റൊരുവന്റെ കണ്ണുനീരും ശാപവും ഉള്ള ഒരു പണവും നിങ്ങളുടെ കയ്യിൽ വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സക്കായെ പോലെ തീരുമാനമെടുത്തോണം. എന്താ? 4 ഇരട്ടി കൊടുത്ത് തീർത്തോളാം. ഒന്നുകിൽ സാധുക്കൾക്ക്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? കൊടുത്ത് നിങ്ങളതിൽ പുറത്തു വന്നോളൂ. അനീതിപരമായ ഒരു പണം, പ്രത്യേകിച്ച് ദൈവദാസന്മാർ ഓർത്തോളൂ. ദൈവദാസന്മാർക്ക് പറ്റുന്നൊരു അബദ്ധം ഇവിടെയാണ്. നമ്മൾ വേല നിൽക്കുമ്പോൾ പണങ്ങൾ കയ്യിൽ വരും. പക്ഷെ ആ പണത്തിന്റെ ഉറവിടം ദൈവികമല്ലെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് പാടില്ല. അതിനെ പരിശോധിച്ച് ദൈവഹിതമാണെങ്കിൽ മാത്രമേ പണം വാങ്ങിക്കാവുള്ളൂ, അല്ലെങ്കിൽ നഷ്ടം വരും. ഞാൻ വിവാഹിതനായി 18 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇന്ന് വരെ സ്വന്തമായിട്ട് ഭൗതികമായ നന്മയൊന്നുമില്ല. വേണമെങ്കിൽ ഉണ്ടാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കരുത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് വരെ നഷ്ടങ്ങളൊന്നും വന്നിട്ടില്ല. ഈ 18 വർഷത്തിനകത്ത് ഒരു 2000 രൂപ പോലും എൻ്റെ 5 കുഞ്ഞുങ്ങൾക്കും കൂടെ മെഡിസിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും എക്സ്ട്രീം ക്ലൈമറ്റ് ജീവിക്കുന്നത് ഞങ്ങളുടെ പണം ഒന്നും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. എന്താ കാരണം? തെറ്റായിരിക്കുന്ന ഒരു പണവും ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടില്ല. എനിക്ക് 99% പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ വന്ന് കാണാമായിരിക്കാം. പക്ഷേ ഞങ്ങളുടെ അറിവിൽ, ഞങ്ങളുടെ മനസാക്ഷിയിൽ തെറ്റായിട്ടുള്ള ഒരു പണവും ഞങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമൊന്നും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ ഇതേ കാര്യം റോബർട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഗൾഫിൽ നല്ല ജോലി ഉണ്ടായിരുന്നു. എന്നാൽ ജോലിക്ക് അപ്പുറമായ കാശ് പുള്ളിക്ക് അവിടെ നിന്ന് കിട്ടും, നോർമലായിട്ട് കിട്ടുന്നതാണ്. പക്ഷേ അത് ഡിവൈൻ അല്ലാഞ്ഞത് കൊണ്ട് അദ്ദേഹം വന്ന് വീട് വെച്ചു. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ കംപ്ലീറ്റ് പണം എന്ത് ചെയ്തു? അങ്ങനെ തന്നെ പോയി. മോഷ്ടിച്ച പണമൊന്നുമല്ല, അദ്ദേഹം ചെയ്യുന്ന ആ ജോലിയിൽ എക്സ്ട്രാ കിട്ടുന്നതായിരുന്നു. പക്ഷെ അതെന്തല്ല, ഡിവൈൻ
അല്ല. നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ, നിങ്ങൾ ഒരു ദൈവവൈതലാണെങ്കിൽ ദൈവികമല്ലാത്ത ഒരു പണവും നിങ്ങളുടെ കയ്യിൽ വരരുത്. വന്നാൽ അത് നിങ്ങളുടെ നിങ്ങൾക്കും തലമുറയ്ക്കും ഭയങ്കര നഷ്ടമുണ്ടാകും. ഈ തത്വം മറന്നു പോരുത്. പ്രത്യേകിച്ച് ദൈവത്തിന്റെ വേലക്കാർ. എനിക്കറിയാം, ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ തന്നെ 3-4 സംഘടനകളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാ മാസവും പല സംഘടനയിലും ചെല്ലും. അവരുടെ ID കാർഡ് കാണും. അവരുടെ മെമ്പറാണ്, അവരുടെ പാസ്റ്ററാണ്. അങ്ങനെ 3-4-5 സംഘടനയിൽ നിന്ന് ഓരോ മാസം ശമ്പളം വാങ്ങുന്ന പാസ്റ്റർമാരുണ്ട്. അതെല്ലാം ഭയങ്കര ശാപമാണ്. ദൈവം തരുന്ന നന്മ കൊണ്ട് ജീവിക്കുവാൻ നാം നമ്മെ തന്നെ അഭ്യസിപ്പിക്കണം. സംതൃപ്തി എന്ന് പറഞ്ഞത് നമ്മുടെ തീരുമാനമാണ്. എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുമ്പോഴല്ല സംതൃപ്തി ഉണ്ടാകുന്നത്. സംതൃപ്തി എന്തുവാണ്? കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? തീരുമാനം. പോലീസ് പറഞ്ഞു, ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും ഉയർച്ചയിലിരിപ്പാനും, സമൃദ്ധിയായിരിക്കാനും ദാരിദ്ര്യം അനുഭവിപ്പാനും എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ദൈവമക്കൾ, പ്രത്യേക ദൈവാസന്മാർ ഈ കാര്യത്തിൽ ഭയങ്കര സൗഖ്യമുണ്ടാകണം. ഉള്ള അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടി ചെയ്യണം, ജീവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ പണം എന്താണ്? നിശ്ചയമല്ലാത്തതാണ്. മാത്രമല്ല, അവിടെ പറയുന്നു, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെക്കണം. പണത്തിന്റെ അഥവാ നന്മയുടെ ഉറവിടം ആരാണ്? ദൈവമാണ്. അവൻ നമുക്ക് തരുന്നത് ധാരാളമായിട്ടാണ്. കേട്ടോ നിങ്ങൾ? ദൈവം നിങ്ങൾക്ക് നന്മ തരുമ്പോൾ എങ്ങനെ തരും? ധാരാളമായി തരും. കാര്യം എന്താ? അവൻ തരുന്നത് അവന്റെ ധനത്തിന്റെ അളവിനൊത്തുവണ്ണമാണ്. ദൈവത്തിന്റെ മഹാധനം, ആ ധനത്തിന്റെ അളവിനൊത്തവണ്ണമാണ് അവൻ നമുക്ക് നന്മ തരുന്നത്. ദൈവദാസന്മാർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം, നിങ്ങളൊരു സംഘടനയിലോ ഒരു വ്യക്തിയിലോ ആശ്രയിച്ചാണ് നിങ്ങളുടെ വേല ചെയ്യുന്നതെങ്കിൽ ആ സംഘടന തരുന്ന പണം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർ തരുന്ന 5000-ഓ 7000-നോ ഒത്തായിരിക്കും. കരുതാ, നിങ്ങളുടെ ആശ്രമം എവിടാ? ആ സംഘടനയിലാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം തരുന്നത് അവന്റെ അളവിനൊത്തവണ്ണമാണ്. അവൻ സമൃദ്ധിയായിട്ട് തരും. നിങ്ങൾ കർത്താവിൽ നിന്ന് പണത്തിന് വേണ്ടി ആശ്രയിക്കണം. ഒരു മനുഷ്യനിലും നിങ്ങൾ പണത്തിന് വേണ്ടി ആശ്രയിക്കരുത്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ദിവസമാർക്ക് ആർക്കും ശമ്പളമില്ല, ആർക്കും പണമില്ല, പണത്തിന് സപ്പോർട്ടില്ല. മാസാമാസം ആർക്കും പണം കൊടുക്കുന്നില്ല. പക്ഷേ ഞാൻ അവരുടെ എല്ലാം കണക്ക് ചോദിക്കുമ്പോൾ എല്ലാ മാസത്തേക്കാൾ ഉപരി ഓരോ മാസവും ദൈവം അവർക്ക് അധികമായി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു സംഘടന നേതാവായി തീർന്നു, ഞാൻ കുറെ പണം ഉണ്ടാക്കി, എല്ലാ മാസവും കൊടുത്താൽ എത്ര കൊടുക്കും? ഒരാൾക്ക് ഒരു 5000 രൂപ കൊടുക്കും, അല്ലെങ്കിൽ ഒരു 7000 രൂപ കൊടുക്കും. ഇനി അവരുടെ ജീവിത നിലവാരം എന്തായിരിക്കും? ഈ 7000-ന്റെ സ്റ്റാൻഡേർഡിലായിരിക്കും. പക്ഷെ അവർ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയത് കൊണ്ട് ദൈവം ധാരാളമായി കൊടുത്തു തുടങ്ങി. നിങ്ങളിരിക്കുന്ന സാമനോട് ചോദിക്കണം, ദൈവം ഞങ്ങൾ നടത്തുന്നത് ഇത്രയും വർഷമായിട്ട് ഞാൻ അവന് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല, ചോദിച്ചു നോക്കണം. പക്ഷെ സമർത്ഥ്യായി ദൈവം അവനെന്ത് ചെയ്യുന്നു? നടത്തുന്നു. കാരണം ദൈവം നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മകൾ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ എത്തിക്കും. ശുശ്രൂഷയിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. അത് ശരിയായ പഠിപ്പിക്കലല്ല.
നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യ പഠിപ്പിക്കലുണ്ട്. കർത്താവിന്റെ വേലയല്ലേ, പട്ടിണിയല്ലേ, ദാരിദ്ര്യമല്ലേ? അല്ല, കർത്താവിന്റെ വേലയിൽ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പ്രത്യേകമായിരിക്കുന്ന ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ വേലയിൽ പട്ടിണിയും ദാരിദ്ര്യവുമാണെന്നുള്ള ഒരു പഠിപ്പിക്കലവിടെ ഇല്ല, പുസ്തകത്തിനകത്ത് ഇല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളോട് പോകുമ്പോൾ എന്തുണ്ടാകാം, കഷ്ടതയോ പട്ടിണിയൊക്കെ ഉണ്ടായെന്നിരിക്കാം. അതൊരു അടിസ്ഥാനപരമായ പഠിപ്പിക്കൽ അല്ല. എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിട്ടും നിങ്ങൾ ദൈവത്തിന്റെ വേല ചെയ്തിട്ട് പട്ടിണിയിലാകുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് നന്മ വരുന്നില്ല? ഞാൻ 3 കാരണം പറയാം. 1, ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ശരിയായ സ്ഥലത്ത് നിങ്ങളാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടാകത്തുള്ളൂ. റൈറ്റ് പ്ലേസ് എന്ന് പറയും. ദൈവം നിങ്ങളെ ആക്കാൻ ഉദ്ദേശിച്ചത് UP-യിൽ ഒരു ഗ്രാമത്തിലായിരിക്കാം. നിങ്ങൾ കേരളത്തിൽ താമസിക്കുക, UP-യിലോട്ട് പോയില്ല. ദൈവത്തിന്റെ പ്രൊവിഷൻ വരുന്നത് ദൈവം നിങ്ങളെ എവിടെ ആക്കുവാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്ഥലത്ത് നിങ്ങളാണെങ്കിൽ അവിടെ നിന്നുണ്ടാകും ദൈവത്തിന്റെ പ്രൊവിഷൻ വരും. രണ്ടാമത്, നിങ്ങൾ ശരിയായ ജോലി ചെയ്യണം. റൈറ്റ് ഡ്യൂട്ടി, റൈറ്റ് ജോബ് എന്ന് പറയും. ദൈവം നിങ്ങളെ വിളിച്ചത് ഒരു സുവിശേഷകനായിട്ടാണെന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മേലുള്ള നിയോഗം എന്തുവാ? ഒരു സുവിശേഷകനാ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു സംഘടനയിലെ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു പാസ്റ്റർ ആയിട്ടിരിക്കുക. നിങ്ങൾ ദൈവമാക്കിയ, ദൈവം ഏൽപ്പിച്ച ദൗത്യമായ സുവിശേഷകൻ എന്നുള്ള ദൗത്യം ചെയ്യുമ്പോൾ അവിടെ നിന്നുണ്ടാകും ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടാകും, കരുതൽ, നന്മ ഉണ്ടാകും. 3, റൈറ്റ് ടൈം, ശരിയായ സമയം. ദൈവം എന്നോട് മെയ് മാസത്തിൽ UP-യിലെ ഇന്ന ഗ്രാമത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞു. ഞാൻ 1 മാസം മുമ്പ് പോയാൽ അവിടെ പ്രൊവിഷൻ ഉണ്ടാകത്തില്ല. മനസ്സിലുണ്ടോ? ദൈവത്തിന്റെ ശരിയായ സമയത്ത് ഞാൻ ഒരു സ്ഥലത്തായിരിക്കുമ്പോൾ എന്തുണ്ടാകും? ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടാകും. ഈ 3 കാര്യം ദൈവത്തിന്റെ വേലക്കാരും ദൈവമക്കളും അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? 1, റൈറ്റ് പ്ലേസ്, ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ശരിയായ സ്ഥലത്തായിരിക്കണം. 2, റൈറ്റ് ജോബ്, ദൈവം നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന ശരിയായ ദൗത്യം നിങ്ങൾ ചെയ്യണം, ശരിയായ ജോലി ചെയ്യണം. 3, റൈറ്റ് ടൈം, ദൈവത്തിന്റെ സമയത്തായിരിക്കണം. ഇത് 3 ശരിയാണെങ്കിൽ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ജോബ്, റൈറ്റ് ടൈം, ഇത് 3 ശരിയാണെങ്കിൽ ദൈവത്തിന്റെ വേലയിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ ദൈവിക പ്രൊവിഷൻ, കരുതൽ, നന്മകൾ വന്നുകൊണ്ടിരിക്കും. ആമേൻ. ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് 3 ശരിയാണെങ്കിൽ, ഇത് 3 ശരിയാകാൻ വേണ്ടിയാണ് നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകും മുമ്പ് പ്രാർത്ഥനയിൽ ചെലവഴിക്കേണ്ടത്. ആമേൻ. ഇത് 3 കൃത്യമാണെങ്കിൽ നിങ്ങൾക്കുള്ള നന്മകൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ദൈവം തരും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രോജക്റ്റുകളും, നിങ്ങളുടെ ക്രൂസൈഡുകളും നിങ്ങളുടെ ചിൽഡ്രൻസ് ഹോമും എന്ന് വേണ്ട നിങ്ങൾ നടത്തുന്ന ഏത് ശുശ്രൂഷകളും അത് ദൈവികമാണെങ്കിൽ, ദൈവത്തിന്റെ സ്ഥലത്തും ദൈവികമായതും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ദൈവം അവിടെ തരും. നിങ്ങൾ കടം വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല, നിങ്ങൾ ഞെരുങ്ങേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ മിക്കപ്പോഴും ദൈവദാസന്മാർ ഞെരുങ്ങിപ്പോവാൻ കാരണം അറിയാമോ? ദൈവം പറയാത്ത പ്രോജക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അല്ലത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകൾക്ക്, പ്രോജക്റ്റുകൾക്ക് പണം തരുവാൻ ദൈവമാരല്ല,
ബാധ്യസ്ഥനല്ല. നിങ്ങൾ കടം വാങ്ങിച്ച് ബിൽഡിംഗ് പണിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലോൺ എടുത്ത് ക്രൂസൈഡ് നടത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ പ്ലാനിൽ കൃത്യസമയത്ത് നിങ്ങൾ ചെയ്തെങ്കിൽ ദൈവികമായ പ്രൊവിഷൻ അവിടെ ഉണ്ടായിരിക്കും. ശുശ്രൂഷയിൽ ഒരു കടവും വരുത്തില്ല, ഒരു പട്ടിണിയും വരുത്തില്ല, ഒരു ദാരിദ്ര്യവും വരുത്തില്ല. മാത്രമല്ല, മറ്റെല്ലാവർക്കും കൊടുക്കുവാൻ തക്കോണം നിങ്ങളുടെ കയ്യിൽ സമൃദ്ധിയായ നന്മ കാണും. കഴിഞ്ഞ അനേക വർഷങ്ങളായി ഈ കാര്യം ദൈവം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ചില സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും പരാജയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതിലെല്ലാം ജയം പ്രാപിപ്പാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ദൈവനോട് ആദ്യം ആന്ധ്രയിൽ പോകാൻ പറയുമ്പോൾ ഞാൻ ഇച്ചിരി ഉത്സാഹം കൂടിയ വ്യക്തി ആയതുകൊണ്ട് ദൈവം പോകാൻ പറഞ്ഞപ്പോൾ തന്നെ എപ്പോൾ പോകണമെന്ന് ചോദിക്കാതെ ഞാനങ്ങ് പുറപ്പെട്ടു. ആവേശം കൂടിയത് കൊണ്ട് അങ്ങ് എന്ത് ചെയ്തു, നേരത്തെ അങ്ങ് പോയി. അതുകൊണ്ട് അവിടെ പോയി ഒത്തിരി കഷ്ടം അനുഭവിച്ചു. ഒരു 2 മാസം നേരത്തെ പോയത് കൊണ്ട് എന്തുണ്ടായി, എനിക്ക് നഷ്ടവും കഷ്ടവും അനുഭവിച്ചു, തിരികെ വരേണ്ടി വന്നു. പിന്നീട് എന്ത് ചെയ്തു, ആ സമയത്ത് ഞാൻ പോയപ്പോൾ എന്തായി തീർന്നു, അനുഗ്രഹം. ദൈവം എവിടെയൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ടോ, ഞങ്ങൾ 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ദൈവം അയച്ചിട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവം വീട് ഉൾപ്പെടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലം അഗർത്തല ത്രിപുരയിൽ താമസിക്കുകയായിരുന്നു. 14,000-15,000 രൂപയുടെ ഒരു വീട് പോലും ദൈവം എനിക്ക് സൗജന്യമായി അവിടെ ഒരുക്കി തന്നു. ഒരു മലയാളി ഇല്ലാത്ത അന്യദേശമാണ്. ദൈവം എന്നോട് പോകാൻ പറയുകയും ഞാൻ അനുസരിക്കുകയും അവന്റെ നിയോഗത്തിൽ പോയത് കൊണ്ട് അന്യമായ ദേശത്ത് പോലും നമുക്ക് എന്താണ്, ദൈവത്തിന്റെ പ്രൊവിഷനാണ്. 2 വർഷക്കാലം വാടക കൊടുക്കാതെ, വെള്ളത്തിന് പണം കൊടുക്കാതെ, വൈദ്യുതി പണം കൊടുക്കാതെ ഞങ്ങൾ അവിടെ ജീവിച്ചു. കാര്യം എന്താ, ദൈവത്തിന്റെ പ്രൊവിഷൻ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഉണ്ടാകും. എങ്ങനെയാണെങ്കിൽ റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ് ആൻഡ് റൈറ്റ് ജോബ്. ഇത് 3 കൃത്യമാണെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാ സ്ഥലത്തും പോറ്റും. വചനം പറയുന്നു, എന്താണ്, സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ എന്ത് ചെയ്യണം, ആശിക്കണം, ആശ്രയിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനിൽ ആശ്രയിക്കരുത്, പണത്തിനു വേണ്ടി വ്യക്തികളിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവമാണ് നമ്മുടെ പ്രൊവൈഡർ. അവന്റെ പേര് തന്നെ എന്താണ്, ജഹോവ ഇരേ, നമുക്കായി കരുതുന്ന ദൈവമാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞ് ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര സുഖകരമായ ജീവിതമായത്. പലരും ചോദിക്കും, ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്ന്. ഈ ഞങ്ങൾക്ക് മീറ്റിംഗ് നടത്തുന്ന സമയങ്ങളിലൊക്കെ ആ ദേശത്ത് ഒരു വസ്തു വിൽക്കുമ്പോൾ ആൾക്കാർ ആദ്യം ഞങ്ങളുടെ അടുക്ക് വരും, പാസ്റ്ററെ അവിടെ 10 ഏക്കർ കൊടുക്കാനുണ്ട്, 50 ഏക്കർ കൊടുക്കാനുണ്ട്, വാങ്ങിക്കുന്നു തോന്നുന്നു. അവരുടെ നോട്ടം കണ്ടാൽ നമ്മൾ അവിടുത്തെ ആരാണ്, നമ്പർ 1 പ്രമാണിയാണ്. ദൈവം അങ്ങനെ നടത്തുന്നത്. ബാങ്കിൽ ബാലൻസ് കാണത്തില്ല, നാളെ ഭക്ഷണം കഴിക്കുന്ന കാര്യം നമുക്ക് എങ്ങനെയെന്ന് അറിയത്തില്ല. ഇന്നത്തെ കാര്യം എന്താ, സമൃദ്ധമാണ്, അടിപൊളി ജീവിതമാണ്. എന്താ ഒരു സുഖമില്ലാത്ത കേൾക്കാനായിട്ട്? ഇന്നത്തെ ജീവിതം അടിപൊളി ജീവിതമാണ്. നാളെ എന്താ നമുക്ക് അറിയത്തില്ല. നിങ്ങളൊന്ന് ആശ്രയിച്ചു നോക്കിയേ, ഭയങ്കര രസം നടക്കാനായിട്ട്. അന്നൊന്നുള്ളത് ദൈവം എന്ത് ചെയ്യുക, സമൃദ്ധിയോടെ തരിക. നാളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന പോലുമില്ല. എൻ്റെ വീട്ടിലെ എൻ്റെ ജ്യേഷ്ഠന്മാരുടെയൊക്കെ പ്രശ്നം, അവര് എന്നെ പോലെ വേർപെട്ട ഒരു ആരാധകരല്ല. അവരേക പ്രശ്നം, എടാ നിന്റെ കൂടെ ഇറങ്ങി തിരിച്ച നിന്റെ ജൂനിയേഴ്സും സബ് ജൂനിയേഴ്സുമായ ദേവാസന്മാർക്കെല്ലാം സമൃദ്ധിയായ കൈമുതൽ അവരിലുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, വീടുണ്ട്, കാറുണ്ട്, നിനക്കെന്തുണ്ട്? പക്ഷെ അവർക്ക് ഇതിന്റെ സുഖം മനസ്സിലാകത്തില്ല. ഇസ്രായേൽ മക്കളുടെ കഥ പറയാൻ എളുപ്പമാണ് അല്ലേ?
അന്നന്ന് മന്ന കൊടുത്തു, അന്നന്ന് ഇറച്ചു കൊടുത്തു, അന്നന്ന് വെള്ളം കൊടുത്തു. അതിന്റെ സുഖം അനുഭവിച്ചെങ്കിലേ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ സമയത്തും ദൈവമാക്കുന്ന സ്ഥലത്തും ദൈവം ഏൽപ്പിച്ച കൃത്യമായ ജോലിയുമാണെങ്കിൽ ഒരു മനുഷ്യനിലും ആശ്രയിക്കേണ്ടി വരത്തില്ല. ദൈവം കൃത്യമായിട്ട് നിങ്ങൾക്ക് നന്മ തന്നുകൊണ്ടിരിക്കും. ആമേൻ. അതുകൊണ്ട് പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യരിൽ ആശ്രയിക്കരുത്. എന്ത് ചെയ്യണം? സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെക്കണം. അപ്പൊ ദൈവം നമുക്ക് ധാരാളമായി തരുന്നു, അതെന്ത് ചെയ്യണം? അനുഭവിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിന്, ഒരു ഭാഷ പറഞ്ഞിരിക്കുന്നത്, അവൻ നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി, ഫോർ യുവർ എൻജോയ്മെന്റ്, നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടി ധാരാളമായി തരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തരുന്ന നന്മകൾ സന്തോഷിക്കാൻ വേണ്ടിയാണ്. പിശുക്കായിട്ട് കൊണ്ട് കൂട്ടി വെക്കരുത്. ദൈവം നന്മ തരുമ്പോൾ അത് നന്നായിട്ട് ആസ്വദിച്ചു ജീവിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം. ഇങ്ങോട്ട് നോക്കി, പിശുക്കായിട്ട് ജീവിക്കരുത്. എല്ലാം കൊണ്ട് കൂട്ടി ബാങ്കിൽ വെക്കരുത്. അത് വലിയൊരു ഗതികേടാണ്. ഒരു ആഹാരവും കഴിക്കത്തില്ല, ഒരു വസ്ത്രവും ധരിക്കത്തില്ല. ഇതെല്ലാം എന്ത് ചെയ്യും? കൂട്ടി വെച്ച് അത് കണ്ടങ്ങ് മരിക്കുക. വല്ലാത്തൊരു ഗതികേടല്ലേ? അതൊരു ശാപം തന്നെയല്ലേ? ദൈവം നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്നു. നല്ല എടുക്കുന്നത് ഫോർ യുവർ എൻജോയ്മെന്റ്. എന്റെ മക്കൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോ എന്റെ ഉള്ളിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. അവർ നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ അകത്തെന്തുണ്ട്? സന്തോഷമുണ്ട്. അപ്പൊ സ്വർഗത്തിലെ അപ്പന് നിങ്ങൾ നല്ലപോലെ ജീവിക്കുന്നത് കാണുവാൻ സന്തോഷമുണ്ട്. അതുകൊണ്ട് സകലവും നിങ്ങൾക്ക് ധാരാളമായി, പിന്നെന്തിനാ? ധാരാളമായി അനുഭവിപ്പാൻ, ഫോർ യുവർ എൻജോയ്മെന്റ്. നിങ്ങൾ അനുഭവിക്കാനാണ് ദൈവം തരുന്നത്. പിശുക്കായിട്ട് ജീവിക്കരുത്, ആഘോഷമായി ജീവിക്കണം. പക്ഷെ എന്താകരുത്? ധൂർത്ത് ആകരുത്. ധൂർത്ത് വേറെ, ധൂർത്ത് പാപമാണ്. ഓക്കെ, ധൂർത്ത് എന്താണ്? പാപമാണ്. എന്നാൽ ആവശ്യങ്ങളിലെല്ലാം ചിലവിട്ടിരിക്കണം. ആവശ്യങ്ങൾക്ക് ചിലവിടുന്നതല്ല, ധൂർത്തല്ല, പാപമല്ല. അതെന്താണ്? ആവശ്യമായ കാര്യമാണ്. ധൂർത്ത് എന്താണ്? പാപമാ. അനാവശ്യമായി ചിലവിടരുത്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് ആനന്ദകരമായ രീതിയിൽ ഭക്ഷിപ്പാനും താമസിപ്പാനും വസ്ത്രം ധരിപ്പാനും എല്ലാം ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. കൺജ്യൂസായിട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സകലവും ധാരാളമായി എന്താണ്? അനുഭവിപ്പാൻ തരുന്ന. കണ്ടോ? അനുഭവിക്കാൻ വേണ്ടിയാ, സ്വരുക്കൂട്ടി വെക്കാൻ വേണ്ടിയല്ല. അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിന് എന്ത് ചെയ്യണം? ആശ വെക്കണം. നോക്കി, പ്രധാന തത്വം ഇതാണ്. പണം നിശ്ചയമല്ല. അനീതിയുള്ള പണമെല്ലാം ദൈവം എന്ത് ചെയ്യും? എടുത്ത് കളയും. അതുകൊണ്ട് അനീതിയുള്ള ഒരു പണവും നമ്മുടെ കയ്യിൽ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയത്തില്ലല്ലോ ഈ എല്ലാ പണത്തിന്റെ ഉറവിടം എന്താണെന്ന്. മറ്റൊരുത്തന്റെ കണ്ണുനീരും ശാപവും ഉള്ള പണം നമുക്ക് വേണോ? അതുകൊണ്ടാ പലിശയ്ക്ക് പണം കൊടുക്കല്ലെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ പലിശ വാങ്ങിക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങേയറ്റം കഷ്ടത്തിൽ നിൽക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത്? പലിശയ്ക്ക് വേണ്ടി പണം എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഓരോ മാസവും പലിശ കൊടുക്കുമ്പോ അവന്റെ ഹൃദയം നുറുങ്ങിയാണ് പലിശ കൊടുക്കുന്നത്. ആ കണ്ണുനീരും ശാപവും ഒക്കെ അവിടെ ഉണ്ടതുകൊണ്ട് ഇവരെല്ലാം തകർന്നു പോകും. പലിശക്കാരായി പണം വാങ്ങിച്ചിട്ടുള്ള എല്ലാവരുടെയും തലമുറകൾ തകർന്നു പോയിട്ടില്ലേ? ഉണ്ടോ ഇല്ലയോ? യെസ്. അതുകൊണ്ടാണ് അനീതിയുള്ള ഒരു പണവും നമ്മുടെ കയ്യിൽ വരാൻ പാടില്ല. വന്നാൽ അതിന്റെ ശാപവും നഷ്ടവും നമുക്ക് ഉണ്ടാകും. ദൈവം തരുന്ന പണം, അധ്വാനത്താൽ വരുന്ന പണത്തിന് അതിലൂടെ കഷ്ടതയില്ലെന്ന് വചനം പറയുന്നുണ്ട്. ദൈവം തരുന്ന പണം, അധ്വാനത്താൽ വരുന്ന പണത്തിന് എന്തില്ല? കഷ്ടതയില്ല. ബാക്കി എല്ലാ പണത്തിനും കൂടെ എന്തുണ്ട്? കഷ്ടതയുണ്ട്.
ഇനി ദൈവം നമുക്ക് എങ്ങനെ തരും? ധാരാളമായി തരും. എന്തിനു വേണ്ടിയാ? അനുഭവിക്കാന്. അത് അനുഭവിക്കണം. സന്തോഷമായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ദൈവമക്കളായ നമ്മൾ പണം കൊടുക്കുകയും പണം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു തത്വത്തെക്കുറിച്ചും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കും. 2 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 8-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം: നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. വചനം പറയുന്നു, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. നോക്കി, ദൈവം നമ്മിൽ എല്ലാ തരത്തിലുമുള്ള കൃപയെ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ ദൈവത്തിന്റെ കൃപയെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ധാരണ പാപം മോചിക്കാനും രക്ഷിക്കപ്പെടാനും ഉള്ള കൃപയൊക്കെ ആയിട്ടാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ വാക്ക് നോക്കുക, നിങ്ങൾ എല്ലായ്പ്പോഴും സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരാകേണ്ടതിന് ദൈവം നിങ്ങളിൽ കൃപകളെ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ദൈവം നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധാലുവായിരിക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ ഭൗതിക ജീവിതത്തിലും അവൻ വളരെ ശ്രദ്ധാലുവാണ്. ദൈവത്തിന്റെ മക്കൾ സകലത്തിലും, ഓക്കെ, ആ പദം കണ്ടോ? സകലത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ സംതൃപ്തി ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാകുമോ? നമ്മൾ സന്തോഷകരമായി സംതൃപ്തമായി എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി ജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? കൃപ വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ പൊതുവെ ചില ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ പ്രോസ്പെറിറ്റിക്ക് എതിരാണ്, അല്ലെങ്കിൽ സമൃദ്ധിക്കും അനുഗ്രഹത്തിനും എതിരാണ്. അത് ശരിയായ കാര്യമല്ല. ടോട്ടൽ പ്രോസ്പെറിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സാമ്പത്തികം മാത്രമല്ല എന്ത് പ്രോസ്പെറിറ്റി. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് എന്തുണ്ട്? സമൃദ്ധിയും അനുഗ്രഹവുമുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവം നിറവേറ്റി തരും. അതാണ് എന്ത്? പ്രോസ്പെറിറ്റി. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം നിറവേറ്റുന്നെങ്കിൽ അതിന്റെ പേരെന്തുവാണ്? സമൃദ്ധി എന്നാണ്. ഓക്കെ, ദൈവം നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? നിത്യ രാജ്യവും നിത്യ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ പ്രധാനമായ വിഷയം. ആ രാജ്യവും നീതിയും നിത്യരക്ഷയും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായി എന്ത് ചെയ്യും? ദൈവം അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് തരികയാണ്. ഓക്കെ, ആ ദൈവം കൂട്ടിച്ചേർത്ത് തരുന്ന കാര്യത്തെക്കുറിച്ച് നാം നമ്മുടെ സമയങ്ങൾ എടുത്ത് പ്രസംഗിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. രാജ്യവും നീതിയും പ്രാപിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ഈ ഭൂമിയുടെ നന്മകളും ദൈവം എന്ത് ചെയ്യും? തന്നിരിക്കും. അത് വളരെ വ്യക്തമായ ദൈവകൽപ്പനയാണ്. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മളെല്ലായ്പ്പോഴും എല്ലാറ്റിലും പൂർണ്ണ തൃപ്തിയുള്ളവരാകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മിൽ സകല കൃപയും എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിപ്പാൻ ശക്തനാണ്. മാത്രമല്ല, നിങ്ങൾ സകല സൽപ്രവൃത്തിയിലും അങ്ങനെ എന്ത് ചെയ്യും? വർദ്ധിച്ചു വരും. അപ്പൊ ദൈവം നമ്മിൽ എന്തിനാണ് കൃപ പെരുക്കുന്നത്? ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലായ്പ്പോഴും പൂർണ്ണ സംതൃപ്തി ഉണ്ടാകണം. രണ്ട്,
നാം ദൈവത്തിന്റെ ഹിതപ്രകാരം സൽപ്രവർത്തികളിൽ വർദ്ധിച്ച് വരണം. എൻ്റെ ഒരു ദിവസത്തെ എൻ്റെ ചെലവിനായിട്ട് 1000 രൂപ എനിക്ക് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുക. എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ എനിക്ക് ഒരു ദിവസം 1000 രൂപ വേണം. പക്ഷേ എനിക്കൊരു 400 രൂപയെ വരുമാനമുള്ളെങ്കിൽ അതെന്ത് പറയും? ദാരിദ്ര്യം. ഓക്കെ, എനിക്ക് 600 രൂപയുടെ കുറവുണ്ട്, അത് ദാരിദ്ര്യമാണ്. ഇപ്പോൾ എനിക്ക് എല്ലാ ദിവസവും 600 രൂപയുടെ വരുമാനമുണ്ട്, ഇപ്പോഴും എന്താണ്? ദാരിദ്ര്യമാണ്. എൻ്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ എനിക്കെന്തില്ല, വരുമാനം ഇല്ല. എന്നാൽ എനിക്കിപ്പോൾ എല്ലാ ദിവസവും 1000 രൂപ ലഭിക്കുന്നുണ്ട്. അർത്ഥം എന്താ? എൻ്റെ ദാരിദ്ര്യം മാറി, എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എനിക്ക് എന്തുണ്ട്? ഇപ്പോൾ നന്മയുണ്ട്, എനിക്ക് പൂർണ്ണ തൃപ്തനായി ജീവിക്കാം. പക്ഷേ എനിക്ക് 1000 രൂപ മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ, ഞാൻ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവനായെങ്കിലും എനിക്ക് സൽപ്രവർത്തി ചെയ്യുവാനോ സൽപ്രവർത്തികളിൽ വർദ്ധിക്കുവാനോ കഴിയുന്നില്ല. ഓക്കെ, എനിക്കിപ്പോൾ 1500 രൂപ എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ട്. എനിക്ക് എത്ര മതി? 1000 മതി. 1000 രൂപ കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ തൃപ്തിയോടുകൂടെ ചെയ്യുവാൻ, ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ബാലൻസ് 500 രൂപ എന്തിനു വേണ്ടി അറിയാമോ? സൽപ്രവർത്തി ചെയ്യാൻ വേണ്ടി. വേദപുസ്തകത്തിലെ വളരെ പ്രധാനമായി പഠിപ്പിക്കലാണിത്. രക്ഷിക്കപ്പെട്ടവർ, വിശ്വാസത്താൽ നീതി പ്രാപിച്ചവർ ഇനി എന്തു ചെയ്യണം? സൽപ്രവർത്തി ചെയ്യണം, നീതി പ്രവൃത്തി ചെയ്യണം. അതിനും നമുക്ക് ആരെ നന്മ തരുന്നത്? ദൈവമാണ്. അവൻ കൃപ തന്നിട്ട്, കൃപ വർദ്ധിപ്പിച്ച് നമ്മുടെ കയ്യിൽ നന്മ തരികയാണ്. ഒന്ന്, എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എന്തുണ്ടാകണം? സംതൃപ്തി ഉണ്ടാകണം. 2, ബാക്കി നന്മ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? സൽപ്രവർത്തി ചെയ്താൽ മാത്രം പോരാ, സൽപ്രവർത്തികളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇത്ര മനസ്സിലാകുമോ? എന്താ കാരണം? ഞാൻ ചെയ്യുന്ന സൽപ്രവർത്തികൾക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല പ്രതിഫലം, പിന്നെന്തുണ്ട്? നിത്യതയിലും എനിക്ക് പ്രതിഫലമുണ്ട്. മനസ്സിലാകുമോ? നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിക്കും ഈ ഭൂമിയിൽ തന്നെ നമുക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ തന്നെ നിത്യതയിലുള്ള നമ്മുടെ പ്രതിഫലത്തെ നിശ്ചയിക്കുന്നത് നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന നന്മ പ്രവൃത്തികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഏത് വിഷയം പഠിപ്പിച്ചാലും അത് അവസാനം വന്ന് നിൽക്കുന്നത് നിത്യതയുമായുള്ള ബന്ധത്തിലായിരിക്കും. പണത്തെക്കുറിച്ച് പഠിപ്പിച്ചാലും അതിന്റെ ബന്ധം എവിടെ വരാൻ പോകുന്നത്? നിത്യതയുമായിട്ടാണ്. എന്തുകൊണ്ടാണ് നാം വിവേകത്തോടുകൂടെ ഈ ഭൂമിയിലെ നമ്മുടെ പണം ചെലവഴിക്കേണ്ടത്? കാരണം പണവും നിത്യതയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. നിങ്ങളുടെ നിത്യതയിലെ നിക്ഷേപത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവർത്തികളാണ്. മനസ്സിലാവുമോ? അപ്പോൾ ദൈവം നമുക്ക് കൃപ തരിക എന്തിനാ? നമ്മുടെ കയ്യിൽ നന്മ ഉണ്ടായിട്ട് നാം എന്ത് ചെയ്യണം? സൽപ്രവർത്തികളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്തിനത്? ദൈവമക്കൾക്ക് നിത്യതയിൽ എന്തുണ്ടാകണം? പ്രതിഫലമുണ്ടാകാൻ, നിക്ഷേപമുണ്ടാകുവാൻ അവൻ സൽപ്രവർത്തികൾ എന്ത് ചെയ്യണം? വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിന് ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുമുള്ള കൃപകളെ എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഇത്ര മനസ്സിലാകുമോ? യെസ്. ഇനി 11-ാം വാക്യം. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഓക്കെ, ഈ തിരുവചനം ശ്രദ്ധിക്കണം. നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. അപ്പൊ ദൈവത്തിന്റെ ഹിതമാണ് ദൈവത്തിന്റെ മക്കൾ സമ്പന്നന്മാരാകണമെന്നുള്ളത്. നമുക്ക് തെറ്റായ ധാരണയുണ്ട്, ദാരിദ്ര്യം ഞെരുക്കവും നമ്മുടെ അവകാശമാണെന്ന്.
അങ്ങനെ അല്ല. ഓക്കെ, നിങ്ങൾ ദരിദ്രർ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ആരാകണം? സകലത്തിലും സമ്പന്നന്മാരാകണം. നിങ്ങൾ ധനവാന്മാരാകണം. പക്ഷെ ഇവിടുത്തെ വിഷയം ധനം എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യം. ഇവിടെയാണ് പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സിന് അബദ്ധം പറ്റിപ്പോയത്. ഞാൻ സകലത്തിലും ധനവാനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിന് സംശയമൊന്നുമില്ല. ഞാൻ എപ്പോഴും എല്ലാറ്റിലും പൂർണ്ണ തൃപ്തിയുള്ളവനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അതിന് എൻ്റെ ജീവിതത്തിൽ എന്ത് തരുന്നു? കൃപ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ എന്താ തീരും? സകലത്തിലും ധനവാനായി തീരും, സമ്പന്നനായി തീരും. അതും ദൈവത്തിന്റെ ഹിതമാണ്. പക്ഷെ ചോദ്യം, ദൈവം എന്തിനാ താങ്കളെ സമ്പന്നനാക്കുന്നത്? എന്തിനാ ഈ സമ്പത്ത് തരുന്നത്? അവിടെ വചനം പറയുന്നു, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന്. എന്താണ്? കൊടുക്കേണ്ടതിന്, ഔദാര്യമായി കൊടുക്കേണ്ടതിന്, സൽപ്രവർത്തികളിൽ വർദ്ധിക്കേണ്ടതിന്, അധികമായി പണം കൊടുക്കേണ്ടതിന് ദൈവം നിങ്ങളുടെ കയ്യിൽ എന്ത് തരുന്നു? പണം തരുന്നു. അപ്പൊ ദൈവം ഒരു ദൈവത്തിന്റെ പൈതലിനെ സമ്പന്നനാക്കുന്നതിന് അവനൊരു ഉദ്ദേശമുണ്ട്. ഇവനെന്ത് ചെയ്യണം? ഔദാര്യമായി കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ വേണ്ടിയല്ല. മനസ്സിലാകുമോ? പണം നിക്ഷേപിക്കുന്നത് തെറ്റൊന്നുമല്ല. നിക്ഷേപിക്കാം. ദൈവാത്മാവിന്റെ നിയോഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകാം, തെറ്റൊന്നുമല്ല. അത് നിങ്ങളും ദൈവമായിട്ട് ബന്ധമാണ്. ഞങ്ങൾക്കൊരു തത്വമുണ്ട് ദൈവവുമായിട്ട്. എനിക്ക് ദൈവമായിട്ട് ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല. ബാങ്ക് ബാലൻസ് തെറ്റല്ല. എന്തുണ്ടാകാം? നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകാം. പക്ഷെ അത് നിങ്ങളും ദൈവമായ എന്താണ്? ബന്ധത്തില്ല. എനിക്കറിയാം ദൈവത്തിന്റെ പ്രൊവിഷൻ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഞാൻ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, കർത്താവ് ഇന്നെങ്ങാനും വന്നാൽ ഞാൻ ഈ കൂട്ടിവെച്ച കാശെല്ലാം ആരും കൊണ്ടുപോകും. ആരുപയോഗിക്കും? അന്തിക്രിസ്തു ഉപയോഗിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു 4 തുക അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി ഞാൻ കൂട്ടി വെക്കത്തില്ല. ബാങ്ക് നിക്ഷേപം നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആത്മനിയോഗത്തിൽ ചെയ്തോണം. നിക്ഷേപം എന്തല്ല, പാപമൊന്നും അല്ല. പക്ഷെ എനിക്കൊരു പ്രമാണമുണ്ട്, ദൈവമായിട്ടൊരു ബന്ധമുണ്ട്, നിയമമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഒന്നും നിക്ഷേപിക്കുന്നില്ല. മാത്രമല്ല, ഇന്നെങ്ങാനും കർത്താവ് വന്നാൽ എൻ്റെ ബാലൻസ് അല്പം കൂടിപ്പോയാൽ നാളെ ആരുപയോഗിക്കും? ആന്റി ക്രൈസ്റ്റ് ഉപയോഗിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പണം സൂക്ഷിക്കത്തില്ലെന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. ഇതെൻ്റെ ഉപദേശമൊന്നുമല്ല. നാളെ പോയി ഇതാരും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവനവന്റെ ആത്മ നടത്തിപ്പിൽ കാര്യങ്ങൾ ചെയ്തോണം. ചിലർക്ക് തത്വങ്ങളും പ്രിൻസിപ്പിൾസും പലർക്കും പലതായിരിക്കും. പക്ഷെ വചനപ്രകാരവും ആത്മനിയോഗപ്രകാരവും നിങ്ങൾക്ക് ചില സാമ്പത്തിക തത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ധനം എന്തിനു വേണ്ടിയാ? ദൈവം നമ്മളെ സമ്പന്നനാക്കുന്നത് കൊടുക്കാൻ വേണ്ടിയാ. എനിക്ക് ധാരാളം പണം വേണം. ഇന്നലെ വരെ ആരെങ്കിലും ഞങ്ങൾക്ക് പണം വേണ്ട എന്നാണ് ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് ആഗ്രഹം മാറ്റി തിരിച്ചു പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് എന്ത് വേണം? പണം തരണമേ. എത്ര വ്യക്തികൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ദാരിദ്ര്യം മതിയെന്ന്? ഇന്ന് ആ പ്രാർത്ഥന മാറ്റിയിട്ട് നിങ്ങൾക്ക് ധനം വേണമെന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ല, നിങ്ങൾക്ക് ഇനി ധനം ഒട്ടും വേണ്ട എങ്കിൽ ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. കർത്താവേ, ആ പണവും കൂടെ ആ സന്തോഷ് ഡേവിഡിന് അങ്ങ് കൊടുത്തേക്കണം. കാരണം എനിക്ക് പണം ആവശ്യമുണ്ട്. എനിക്ക് പണം ആവശ്യമുണ്ട്. എന്തുകൊണ്ട് അറിയുമോ? കൊടുക്കാൻ. എന്തിനാ? നിത്യതയിലെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ സകല കൃപയും എന്ത് ചെയ്യുന്നു?
വർദ്ധിപ്പിക്കുന്നു. എന്തിനാ? നമ്മളെല്ലായ്പ്പോഴും എല്ലാറ്റിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി തീർന്ന് ക്രമേണ സൽപ്രവൃത്തികളിൽ വർദ്ധിച്ചു വന്ന് സകലത്തിലും ആരായി തീരുന്നു? ധനവാൻ. ഇത്രയും വിഷയം പഠിക്കണമെങ്കിൽ നിങ്ങൾ 8ഉം 9ഉം അധ്യായം ശരിയാവണ്ണം വായിച്ചിരിക്കണം. 8ഉം 9ഉം അധ്യായത്തിൽ നിന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഈ 2 അധ്യായങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പറയുവാൻ തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. എങ്ങനെ പണം കൊടുക്കണം, എങ്ങനെ പണം വാങ്ങിക്കണം എന്നുള്ള തത്വമാണ് ഈ 2 അധ്യായങ്ങളിലുള്ളത്. ഓക്കെ, 8ാം അധ്യായം ഇങ്ങനെ തുടങ്ങുന്നു: സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഓക്കെ, മക്കദോന്യ സഭകൾക്ക് എന്ത് ലഭിച്ചു? ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ കൃപയെ കുറിച്ചാണ് നമ്മൾ 9ന്റെ 8ൽ വായിക്കുന്നത്. അവർക്ക് കൃപ ലഭിച്ചു. എന്താ കൃപ? കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. നോക്കിയേ, ഈ സഭ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക, പരിശോധനയിലൂടെ, പീഡനത്തിലൂടെ കടന്നു പോവുകയാണ്. മാത്രമല്ല, മഹാദാരിദ്ര്യത്തിലാണ്. ചെറിയ ദാരിദ്ര്യമാണോ? അല്ല. കഷ്ടതയുടെ കഠിന ശോധന, പിന്നെന്താണ്? മഹാദാരിദ്ര്യം. ഇത്ര കഷ്ടതയും മഹാദാരിദ്ര്യവും അനുഭവിച്ചിട്ടും അവരെന്ത് ചെയ്തു? സമൃദ്ധിയായി, ഔദാര്യമായി കൊടുത്തു. അതിനാണ് ദൈവകൃപ ആവശ്യമായിരിക്കുന്നത്. ഈ തത്വം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കയ്യിൽ പണം ധാരാളം ഉള്ളപ്പോൾ കൊടുക്കാനായിട്ട് കൃപയൊന്നും വേണ്ട, ഒരു ചെറിയ മനസ്സ് മതി. ശ്രദ്ധിച്ചില്ല? നിങ്ങളുടെ കയ്യിൽ പണം സമൃദ്ധിയായിട്ടുള്ളപ്പോൾ പണം കൊടുക്കാനായിട്ട് എന്തിന്റെ ആവശ്യമൊന്നുമില്ല, കൃപയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്ത് മതി? ഒരു ചെറിയ മനസ്സുണ്ടെങ്കിൽ പണം കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ, ഏതവസ്ഥയിൽ? മഹാദാരിദ്ര്യവും കഷ്ടതയുടെ കഠിന ശോധനയിലൂടെയും പോകുമ്പോൾ നിങ്ങൾ ആ ഉള്ള നന്മയുടെ ഒരംശം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ദൈവത്തിന്റെ കൃപ വേണം. എന്തിനാ ഈ അവസ്ഥയിൽ പണം കൊടുക്കുന്നത്? അല്ല, എന്തിനാ ദൈവം കൃപ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട അവസ്ഥയിൽ, ഞെരുക്കമുള്ള അവസ്ഥയിൽ പണം കൊടുപ്പിക്കുന്നത്? ദൈവത്തിന്റെ തത്വം അതാണ്, അനുഗ്രഹത്തിന്റെ തത്വം അതാണ്. ഇവൻ മഹാദാരിദ്ര്യത്തിൽ ജീവിക്കുന്നെങ്കിലും ദൈവത്തിന് ഇവനെ അനുഗ്രഹിക്കണമെങ്കിൽ ഇന്നലെ ലഭിച്ച നന്മയുടെ ഒരു ഓഹരി അവൻ ഇന്ന് ദൈവത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. ദൈവം അവൻ കൊണ്ടുകൊടുത്ത ചെറിയ നന്മയുടെ ഓഹരിയെ എന്ത് ചെയ്യും? ഒന്ന് വാങ്ങി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഒരു കൊയ്ത്തായി അവന് മടക്കി കൊടുക്കും. നോക്കി, അല്ലാതെ ദൈവത്തിന് ഒരുവനെ അനുഗ്രഹിക്കുവാൻ വേറെ ഒരു വഴിയുമില്ല. അനുഗ്രഹത്തിന്റെ തത്വം ഇതാണ്. എന്താണ്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമോ? ഇന്നലെ ലഭിച്ച നന്മയുടെ ഒരു ഓഹരി ഇന്ന് അവന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവൻ അതിനൊന്ന് വാങ്ങി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഒരു കൊയ്ത്തായി നിങ്ങളുടെ കയ്യിൽ മടക്കി തരും. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളത് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളെ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കാൻ കഴിയത്തില്ല. ദൈവം നിങ്ങളെയല്ല അനുഗ്രഹിക്കുന്നത്, പിന്നെയോ നിങ്ങൾ കൊടുത്ത ആ നന്മയെ, ആ വിത്തിനെ, അതിനെയാണ് ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ കയ്യിൽ മടക്കി തരുന്നത്. ഇത് ഗ്രഹിക്കുന്നുണ്ടോ? പക്ഷെ ദാരിദ്ര്യമുള്ള, മഹാദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ദൈവം എന്ത് ചെയ്യും? കൊടുക്കുവാനുള്ള കൃപ ഇവന് കൊടുക്കും. ദൈവം കൃപ പകരുകയാണ്. ദൈവം കൃപ പകർന്ന് അവന്റെ ഹൃദയത്തെ ഉറപ്പിക്കും. അവന്റെ ഉള്ളിൽ സന്തോഷ സമൃദ്ധി കൊടുക്കും. പുറത്ത് ദാരിദ്ര്യമാണെങ്കിലും അകത്തൊന്നുണ്ട്,
അതിനും പറയുന്നു, അവരുടെ സന്തോഷ സമൃദ്ധി നിമിത്തം ദൈവത്തിന്റെ ആത്മഫലമായ സന്തോഷം അവന്റെ അകത്തുള്ളത് കൊണ്ട് അവന്റെ പുറമേയുള്ള ദാരിദ്ര്യം അവന് ബാധകമല്ല. ആമേൻ. അവൻ ദൈവത്തിന്റെ കൃപ പ്രാപിച്ചിട്ട് ഈ ചെറിയ നന്മ അതിന്റെ ഓഹരി കൊടുക്കുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിക്കുക. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിന് നമ്മുടെ പണത്തിന്റെ ആവശ്യമില്ല. പലരും പറയും, ഞാൻ ദൈവത്തിന് കൊടുത്തു. പിന്നെ നിങ്ങളുടെ പണം കൊണ്ടാ ദൈവം കഞ്ഞി കുടിക്കുന്നത്. പ്ലീസ്, ദൈവത്തിന് ആരുടെയും പണമൊന്നും ആവശ്യമില്ല. പിന്നെ എന്തിനാ വേദപുസ്തകത്തിൽ ദൈവത്തിന് കൊടുക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് നമ്മുടെ പണം വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മെ അനുഗ്രഹിപ്പാനുള്ള അവന്റെ വ്യവസ്ഥയാണിത്. ദൈവം ഓരോ അനുഗ്രഹം നാം ചെയ്യുമ്പോഴും അതിനെല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയില്ലാതെ ദൈവം അനുഗ്രഹിക്കുന്നില്ല. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഏത് കാര്യത്തിനൊന്നുണ്ട് ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷൻ ദൈവം വെക്കും. സാമ്പത്തിക അനുഗ്രഹം വേണമോ? ദൈവം പറയും, നിന്റെ നന്മയുടെ ഒരു ഓഹരി എന്ത് ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ എന്ത് ചെയ്യാം, അത് വാങ്ങിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിന്റെ കയ്യിൽ മടക്കി തരാം. പക്ഷെ ഈ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ ദൈവം എന്ത് ചെയ്യുന്നു? അവന് കൃപ കൊടുത്ത് അവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഔദാര്യമായി കൊടുപ്പിക്കുകയും ദൈവം അവരെ സമൃദ്ധിയായിട്ട് വീണ്ടും അനുഗ്രഹിക്കുന്നു. ഇനി താഴോട്ട് വായിച്ചാട്ടെ. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. പൗലോസ് പറയാണ്, അവരെങ്ങനെ കൊടുത്തത്? പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെ. നിങ്ങളെ പദങ്ങളൊക്കെ നോക്കണം. ദൈവം കൃപ കൊടുത്തപ്പോൾ ഈ കഷ്ടതയും മഹാദാരിദ്ര്യമുള്ള ഒരു കൂട്ടം ജനം എങ്ങനെ കൊടുത്തു? പ്രാപ്തി പോലെ. പിന്നെന്താണ്? പ്രാപ്തിക്ക് മീതെ. നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ഡെലിവറൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ഡെലിവറൻസ് നടക്കുന്നത് നിങ്ങളുടെ പേഴ്സിനാണ്. ശരിക്കുമുള്ള സൗഖ്യം എവിടെ നടക്കറിയാമോ? നിങ്ങളുടെ പേഴ്സിനാണ്. അവിടെയാണ് നിങ്ങളുടെ ഹൃദയം. സംശയമുണ്ടോ? തെളിച്ചു തരാം. നിങ്ങൾ പോലും അറിയുന്നില്ല, മാസത്തിന്റെ ഒരു പകുതി ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ സന്തോഷം കുറയുന്നു. 25-ാം തീയതി ആകുമ്പോൾ ദേഷ്യം കൂടുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുന്നു, ഞാനെന്തിനാ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത്? എന്താ കാര്യം അറിയാമോ? പേഴ്സിലെ കനം കുറഞ്ഞു, പേഴ്സ് കാലിയായി. പേഴ്സിലെ പണം കുറഞ്ഞ് കാലിയാകുന്ന അനുസരിച്ച് നിങ്ങളുടെ ഹൃദയം ചൂട് പിടിക്കും, ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. പണം ഒട്ടുമില്ലെങ്കിൽ അധികം ദേഷ്യം വരും. പക്ഷെ 1-ാം തീയതി പണം വന്നു, അടുത്ത ഒരു 5 ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങളുടെ പേഴ്സിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു സന്തോഷമുണ്ട്. പേഴ്സിൽ പണം കാലിയാകുമ്പോൾ വീട്ടിൽ കലഹം ഉണ്ടാകും. തിരിച്ചറിയാത്തോണ്ടാ. നിങ്ങൾ എത്ര പേർ ഇതറിഞ്ഞിട്ടുണ്ട്? നിങ്ങളൊക്കെ മിടുക്കന്മാരാ, എന്നെ പോലല്ല. ശരിയല്ലേ? എന്താ? പേഴ്സും ഹൃദയവുമായിട്ട് എന്തുണ്ട്? ഭയങ്കര ബന്ധ. സൗഖ്യം അവിടെ ആദ്യം വരേണ്ടത്. ദൈവജനത്തിന് സൗഖ്യം അവിടെ വരണം. പേഴ്സിലെ തുക കൊണ്ടല്ല നമ്മുടെ അകത്ത് സന്തോഷം വരുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷ സമൃദ്ധിയിലാണ്. ഹല്ലേലൂയ. പണം കൂടാം, പണം കുറയാം, പണം ഇല്ലാതിരിക്കാം. അത് എവിടെ ബാധിക്കരുത്? നമ്മുടെ ഹൃദയത്തെ ബാധിക്കാതെ ആത്മാവിന്റെ സന്തോഷ സമൃദ്ധിയിൽ ദൈവകൃപയിൽ നാം ജീവിക്കണം. ഈ ജനം എങ്ങനെ കൊടുത്തു? പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും കൊടുത്തതിന് പോൾ പറയാ, ഞാൻ സാക്ഷിയാ. അങ്ങനെ ആ മക്കെദോന്യ സഭകൾക്ക് ദൈവകൃപ ലഭിച്ചെന്നും അവർ ഈ അവസ്ഥയിലായിരുന്നിട്ടും സമൃദ്ധിയായി എന്ത് ചെയ്തു? ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പണം കൊടുത്തെന്നും ആർക്കെഴുതുകയാണ്?
കൊരിന്ത്യക്കാർക്ക് എഴുതുകയാണ്, പറയുക അതുപോലെ കൊരിന്ത്യക്കാരും ദൈവത്തിന്റെ ഈ പ്രത്യേകമായ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കണം. ഇതാണ് താഴോട്ടുള്ള എഴുത്തിന്റെ സാരം. മനസ്സിലായോ? മക്കെദോനിയ സഭകൾക്ക് ദൈവകൃപ ലഭിച്ചു. അവർ എന്ത് ചെയ്തു? ഇത്ര മഹാദാരിദ്ര്യം അനുഭവിച്ചിട്ടും എന്ത് ചെയ്തു? സമർത്ഥമായിട്ട് വേലയ്ക്ക് വേണ്ടി പണം കൊടുത്തു. അതുപോലെ മക്കെദോനിയ സഭകളെക്കാൾ ഒരു വർഷം മുമ്പേ ആരംഭിച്ച കൊരിന്ത്യ സഭക്കാർ എന്ത് ചെയ്യണം? അധികമായി പണം കൊടുക്കണം. അതിന് ഞാൻ ആ പണം സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ചില മക്കെദോനിയയിലെ സഹോദരന്മാരും വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ വരുമ്പം നിങ്ങൾ പണം ഒരുക്കി വെച്ചില്ലെങ്കിലോ ഞാൻ നാണം കെട്ടുപോകും. അതുകൊണ്ട് ആ പണം ഒന്ന് കളക്ട് ചെയ്യിക്കുവാൻ, നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ തീത്തോസിനെ അങ്ങോട്ട് അയക്കുക. ഓക്കെ, തീത്തോസ് എനിക്ക് മുന്നമേ അങ്ങോട്ട് വരും. തീത്തോസിന്റെ കൂടെ മറ്റ് 2 സഹോദരന്മാരെ ഞങ്ങൾ അയക്കുന്നുണ്ട്. അപ്പൊ തീത്തോസും മറ്റ് 2 സഹോദരന്മാരും കൂടെ എങ്ങോട്ട് വരും? കൊരിന്ത്യയിലേക്ക് വരികയും നിങ്ങളെ അവർ ഉത്സാഹിപ്പിക്കുകയും നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ നന്മകൾ അത് പിശുക്കായിട്ടല്ല, എന്താണ്, ഒരു വലിയ അനുഗ്രഹമായിട്ട് കൊടുപ്പാൻ അവർ നിങ്ങളെ എന്ത് ചെയ്യും? ഉപദേശിക്കുകയും നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാനും അങ്ങോട്ട് വന്ന് ആ പണം കളക്ട് ചെയ്യും. ഇതാണ് 8-ാം അധ്യായത്തിന്റെ ബാക്കിയുള്ള എഴുത്തുകൾ. വീട്ടിൽ പോയി സമയം കിട്ടുമ്പോൾ അത് വായിക്കണം. ഓക്കെ, എന്നിട്ട് 9-ാം അധ്യായം തുടങ്ങുന്നതും അത് തന്നെ പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഈ കാര്യത്തിന്റെ അടുത്ത വിവരണമാണ് ഇവിടെ 9-ാം അധ്യായത്തിൽ. അത് പറഞ്ഞ് ഏകദേശം 5-ാം വാക്യം എത്തുമ്പോൾ, ആകയാൽ സഹോദരന്മാർ ഞങ്ങൾക്ക് മുമ്പായി അങ്ങോട്ട് വരികയും, എങ്ങോട്ടാ? കൊരിന്ത്യയിലേക്ക് വരികയും നിങ്ങൾ മുമ്പേ വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം, മീൻസ് പണം, പിശുക്കായിട്ടല്ല അനുഗ്രഹമായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം മുമ്പ് കൂട്ടി ഒരുക്കി വെക്കുകയും ചെയ്യേണ്ടതിന് അവരോട് അപേക്ഷിപ്പാൻ ആവശ്യമെന്ന് ഞങ്ങൾക്ക് തോന്നി. കാര്യം മനസ്സിലായോ? പൗലൂസ് അങ്ങോട്ട് ചെല്ലും മുമ്പ് തന്നെ കൊരിന്ത്യയിലെ അയക്കുക, തീത്തോസിനെ 2 സഹോദരന്മാരെ അയക്കുന്നു. അവർ വന്ന് ഈ പണമെല്ലാം എന്ത് ചെയ്യും? കൊടുക്കുവാൻ നിങ്ങളെ ഉത്സാഹപ്പെടുത്തും. പുറകെ ആര് വരുന്നുണ്ട്? ഞാനും അങ്ങോട്ട് വരുന്നുണ്ട്. ഇത്രയും ചരിത്രമാണ് ഈ 2 അധ്യായത്തിലുള്ളത്. ഇത് പറഞ്ഞിട്ട് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിതയുടെയും കൊയ്ത്തിന്റെയും ഒരു പ്രമാണം പൗലൂസ് എഴുതി ചേർക്കുകയാണ്. എന്താണ്? വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണം രേഖപ്പെടുത്തുക. പശ്ചാത്തലം മനസ്സിലായോ? മനസ്സിലായില്ല? മക്കെദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ, അവരെങ്ങനെ പണം കൊടുത്തു, അതുപോലെ ആരും കൊടുക്കണം? കൊരിന്ത്യക്കാരും കൊടുക്കണം. അതിനുവേണ്ടി ആ പണത്തെ ശേഖരിപ്പാനായിട്ട് തീത്തോസിനെയും സഹോദരന്മാരെയും തനിക്ക് മുന്നമേ അങ്ങോട്ട് അയക്കുക. അത്രയും കാര്യം എഴുതി വെച്ചിട്ട് ഇനി പറയുന്നത് വിതയുടെയും കൊയ്ത്തിന്റെയും മാറ്റമില്ലാത്ത പ്രമാണമാണ്. ഓക്കെ, 6-ാം വാക്യത്തിൽ എന്നാൽ, കണ്ടോ, നേരത്തെ വരെ പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയാണ്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവീൻ. കേട്ടെ, എന്താ ലോഭം? അല്പം. നിങ്ങൾ അല്പം മാത്രമേ വിതയ്ക്കുന്നുള്ളെങ്കിൽ നിങ്ങളുടെ കൊയ്ത്ത് എന്തായിരിക്കും? അല്പമായിരിക്കും. നിങ്ങൾ അധികമായി വിതച്ചാൽ എന്താണ്? അധികമായി കൊയ്യും. ഇത് ഒരു പ്രകൃതിയുടെ തത്വമല്ലേ? യെസ്. നിങ്ങൾ 1 കിലോ നെല്ലിന്റെ വിത്താണ് വിതച്ചതെങ്കിൽ കൊയ്ത്ത് എത്ര ആയിരിക്കും? ഒരു 60, 70, 80 കിലോ ആയിരിക്കും. അല്ലെങ്കിൽ അങ്ങ് എത്ര കിട്ടും? 100 കിലോ വെച്ചോ, കണക്കൂട്ട എളുപ്പമാണല്ലോ. അപ്പൊ 1 കിലോ വിത്ത് ഞാൻ വിതച്ചപ്പോൾ ആ വിതച്ച വിത്തിന് അനുസൃതമായിരിക്കുന്ന കൊയ്ത്ത ലഭിക്കാൻ വേണ്ടി പോകുന്നത് 100 കിലോ ലഭിച്ചു. ആ സ്ഥാനത്ത് ഞാൻ 10 കിലോ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് എത്ര ആയിരിക്കും? വിത്തിന് ഒത്തവണ്ണമായിരിക്കും. 1000 കിലോ കിട്ടുകയാണ്. ഇത് പ്രകൃതിയുടെ നിയമമാണ്, തത്വമാണ്.
നിങ്ങൾ അല്പമായി വിതയ്ക്കുന്നെങ്കിൽ കൊയ്ത്തും എന്തായിരിക്കും? അതിനൊത്തവണ്ണം അല്പമായിരിക്കും. അധികമായി വിതച്ചാലോ എന്താണ്? അധികമായ കൊയ്ത്ത് കിട്ടും. ഈ പ്രമാണം പറഞ്ഞിട്ട് വീണ്ടും 7-ാം വാക്യത്തിൽ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. കണ്ടോ? അപ്പോൾ വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണം ഇവിടെ എന്തിനു വേണ്ടിയാ പറയുന്നത്? പണം കൊടുക്കുന്ന കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാ. ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും ഒരു കൊയ്ത്തുണ്ട്. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്കും നന്മയുടെ ഒരു കൊയ്ത്തുണ്ടാകും. നിങ്ങൾ തിന്മ ചെയ്താൽ തിന്മയുടെ ഒരു കൊയ്ത്തുണ്ടാകും. കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യും, അല്ലേ? ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവനെ കൊയ്യും. ഗോതമ്പിന്റെ വിത്തിട്ടാൽ എന്ത് ചെയ്യും? ഗോതമ്പ് കൊയ്യും. നെല്ലിന്റെ വിത്തിട്ടാൽ നെല്ല് കൊയ്യും. ഇത് മാറ്റമില്ലാത്ത പ്രമാണമല്ലേ? പക്ഷെ ഈ പ്രമാണം പണം കൊടുക്കുന്നതിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇവിടെ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പറയുന്നു, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. പിന്നെ പറയുന്നു, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. വളരെ മനോഹരമായ പദം. നിങ്ങൾ സന്തോഷത്തോടു കൂടെ കൊടുക്കുമ്പോ ദൈവം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. പദം കണ്ടോ? ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവസ്നേഹത്തെ പ്രതി മക്കദോന്യ സഭക്കാരെ പോലെ സന്തോഷ സമൃദ്ധിയുള്ളപ്പോൾ ആ സന്തോഷത്താൽ കൊടുക്കുമ്പോൾ ദൈവം അവൻ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എങ്ങനെ കൊടുക്കരുത്? സങ്കടത്തോടെ കൊടുക്കരുത്, നിർബന്ധത്താൽ കൊടുക്കരുത്. ഏതെങ്കിലും ദൈവദാസന്മാർ നിങ്ങളെ പ്രേരിപ്പിച്ചതുകൊണ്ട് കൊടുക്കരുത്. അവരെ പ്രസംഗത്തിന്റെ ആവേശത്താൽ നിങ്ങളുടെ ഹൃദയത്തെ ഇളക്കിയത് കൊണ്ട് കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടേ കൊടുക്കാവൂ. എവിടെ കൊടുക്കണമെന്നും എത്ര കൊടുക്കണമെന്നും എപ്പോൾ കൊടുക്കണമെന്നും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കണം. നിങ്ങൾ പഴയ ഉടമ്പടിക്കാരല്ല, നിങ്ങൾ പുതിയ ഉടമ്പടിക്കാരാ. നിങ്ങൾ പഴയ ഉടമ്പടിയിലായിരുന്നെങ്കിൽ ദശാംശം കൊടുത്താൽ മതിയായിരുന്നു. പുതിയ ഉടമ്പടിക്കാർക്ക് എന്തില്ല? ദശാംശമില്ല. പക്ഷെ പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദശാംശം അങ്ങ് പഠിപ്പിക്കുക. പക്ഷെ പുതിയ ഉടമ്പടിക്കാർക്ക് എന്തില്ല? ദശാംശമില്ല. പിന്നെ എങ്ങനെയാ കൊടുക്കുന്നത്? അവന്റെ അകത്തുള്ള ആത്മാവിന്റെ നിയോഗത്തിൽ. നമ്മൾ ഷെയർ എന്ന് പറയും. ഓഹരിയാ കൊടുക്കുന്നത്. നമുക്കുള്ള നന്മയുടെ ഓഹരിയ. പക്ഷെ ഓഹരിയുടെ അളവ് എങ്ങനെയാ വെച്ചേക്കുന്നത്? ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ തരുന്ന പോലെയാണ്. മനസ്സിലാകുമ്പോ നിങ്ങൾ ആദ്യം അറിയേണ്ട ദശാംശം എന്ന പഠിപ്പിക്കൽ എവിടെ ഇല്ല? ദൈവസഭയ്ക്കകത്ത് ഇല്ല. എന്താ കാരണം? നമ്മൾ നിയമത്തിന് കീഴിലല്ലാത്തത് കൊണ്ടാ. സിസ്റ്റം രണ്ടും മാറി. പഴയ ഉടമ്പടിയിൽ എല്ലാം നിയമത്തിലാണ്. എല്ലാത്തിനും അളവുണ്ട്, തൂക്കമുണ്ട്. കറക്റ്റ്. എന്നാൽ പുതിയ ഉടമ്പടി എന്തില്ല? അളവില്ല, തൂക്കമില്ല, ആത്മനിയോഗത്തിലാ കൊടുക്കുന്നത്. മനസ്സിലാകുമോ? ആത്മാവ് പറയുമ്പോഴാ കൊടുക്കുന്നത്. തുക ആത്മാവ് പറയും കൊടുക്കാനായിട്ട്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ കയ്യിൽ 10,000 രൂപ ഉള്ളപ്പോൾ ആത്മാവ് പറയുകയാണ് 5,000 കൊടുക്കാൻ പറയുന്നു. നിങ്ങൾ അവിടെ ദശാംശമല്ല കൊടുക്കുന്നത്, ആത്മാവ് പറഞ്ഞ് 5,000 കൊടുക്കുകയാണ്. അല്ല, ആ 10,000 കൊടുക്കുവാൻ നിങ്ങളുടെ അകത്ത് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് എന്ത് ചെയ്യണം? ആ 10,000 കൊടുക്കുന്നു. അത് ഭയങ്കര ഫ്രീഡമാണ്. ഇത് മനസ്സിലാകുമോ? നിങ്ങൾ ആർക്കും അടിമയല്ല. ഏതെങ്കിലും പാസ്റ്റർമാർ പ്രസംഗിച്ച് അല്ല ദശാംശം കൊടുക്കുക പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചല്ല കൊടുക്കുന്നത്. പഴയ ഉടമ്പടിയിലും പുതിയ ഉടമ്പടിയിലും അനുഗ്രഹത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ. എന്തുവാ? ദൈവം തന്ന നന്മയുടെ ഓഹരി ഇന്ന് അവനിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവനെന്ത് ചെയ്യും?
അത് വാങ്ങി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ഒരു കൊയ്ത്തായി തരും. പഴയ ഉടമ്പടിയിൽ എല്ലാത്തിനും നിയമമുള്ളത് കൊണ്ട് അന്ന് എന്ത് വെച്ചു? ദശാംശം വെച്ചു. പക്ഷെ നിങ്ങൾ പുറപ്പാട് പുസ്തകം, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ 4 പുസ്തകം ശരിക്ക് പഠിച്ചാൽ, അല്ലെങ്കിൽ നല്ല ഒരു ഓഡിറ്ററുടെ കയ്യിൽ ഈ 4 പുസ്തകം കൊടുത്താൽ, അദ്ദേഹം പറയും ഇസ്രായേൽ മക്കൾ അവരുടെ വരുമാനത്തിന്റെ ഏകദേശം 35% ദൈവാലയത്തിന് വേണ്ടി കൊടുക്കുന്നവരായിരുന്നു. 10 ദശാംശമല്ല, ബാക്കി എന്തെല്ലാം കൊടുക്കുന്നുണ്ടവർ? യാഗവും വഴിപാടും ആദിഫലവും മറ്റുള്ള പല വഴിപാടുകളായിട്ട് ഏകദേശം 35% വരുമാനം അവർ എവിടെ കൊടുക്കുകയായിരുന്നു? ദേവാലയത്തിൽ കൊടുക്കുകയായിരുന്നു. മനസ്സിലാകുമോ? ദശാംശം എന്നൊരു പഠിപ്പിക്കൽ ഇന്നത്തെ സഭയ്ക്കില്ലെന്ന് ഓർത്തോണം. പക്ഷേ ഇന്ന് അനുഗ്രഹം വേണമോ? വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. എന്താണ്? ലഭിച്ച നന്മയുടെ ഓഹരി എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ അതിനെ വാങ്ങി അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിങ്ങളുടെ കയ്യിൽ മടങ്ങിത്തരും. മറന്നുപോകരുത്. അപ്പൊ ആത്മനിയോഗത്താൽ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വാക്യം 8, നിങ്ങൾ, വാക്യം നോക്കുക, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ. അർത്ഥം മനസ്സിലായോ? അപ്പോൾ ദൈവം നമ്മിൽ എങ്ങനെയാണ് കൃപ പെരുക്കുന്നത്? എന്തിനാ പെരുക്കുന്നത്? ദൈവം നമുക്ക് നൽകിയ നന്മയുടെ ഓഹരി നാം ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ ആത്മ നടത്തിപ്പിൽ കൊടുക്കുമ്പോൾ ദൈവം അതിനെന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിച്ച് നമുക്ക് വീണ്ടും എന്ത് തരുന്നു? നന്മ തരുന്നു. അപ്പോൾ നാം ഈ കൊടുക്കുന്നതാണ് എന്ത്? സൽപ്രവൃത്തി. പിന്നെയും നന്മ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? നാം അധികമായി കൊടുക്കുന്നു. സൽപ്രവൃത്തിയിൽ എന്ത് ചെയ്യുന്നു? പെരുകി വരുന്നു. ദശാംശമാണെങ്കിൽ സൽപ്രവൃത്തിയിൽ പെരുകി വരുന്നില്ലല്ലോ. എന്നും ഒരേ ലെവലല്ലേ? എവിടാ പെരുകി വരുന്നത്? ഇവിടെ സൽപ്രവൃത്തിയിൽ പെരുകി വരാൻ വേണ്ടി എന്റെ കൽപ്പന. നിങ്ങൾ ദശാംശം കൊടുക്കുന്നവരാണെങ്കിൽ എന്തില്ല? നിങ്ങൾ ഈ വചനം അനുസരിക്കുന്നില്ല. നിങ്ങൾ സൽപ്രവർത്തികളിൽ എന്ത് ചെയ്യുന്നില്ല? വർദ്ധിച്ചു വരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? വർദ്ധിച്ചു വരണമെന്നാണ് കൽപ്പന. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ കൊടുക്കുന്നതും ആത്മാവിന്റെ നിയോഗത്തിലായിരിക്കണം. അത് പറഞ്ഞിട്ട് 10ാം വാക്യം വായിച്ചില്ലല്ലോ, വാക്യം 10. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആ വാക്യം ശ്രദ്ധിച്ചു കേൾക്കണം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. ദൈവത്തിന്റെ ദൗത്യമാണ് 2 നന്മകൾ നമ്മുടെ കയ്യിൽ തരിക എന്നത്. ഒന്ന്, ഭക്ഷിപ്പാൻ ആഹാരവും വിതപ്പാൻ വിത്തും. ഇതാര് തരും? ദൈവം തരും. ഈ ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിക്കും പറയാൻ കഴിയത്തില്ല ദൈവം എനിക്ക് നന്മ തന്നിട്ടില്ലെന്ന്. ആമേൻ. സകലർക്കും അവൻ ഭക്ഷിപ്പാൻ ആഹാരവും വിതപ്പാൻ വിത്തും കൊടുക്കുന്നു. അല്പം കൂടെ പറഞ്ഞാൽ, ദൈവം നിങ്ങളുടെ കയ്യിൽ തരുന്ന എല്ലാ നന്മയിലും 2 സംഗതികൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളുടെ കയ്യിൽ തരുന്ന എല്ലാ നന്മകളിലും 2 കാര്യങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഒരു ഭാഗം നിങ്ങളുടെ ഭക്ഷണമായിരിക്കും, മറ്റൊരു ഭാഗം വിതയ്ക്കാനുള്ള വിത്തായിരിക്കും. കേട്ടോ? ദൈവം ഒരു നന്മ തരുമ്പോൾ അത് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗം എന്താണ്? ഭക്ഷണമാണ്. മറ്റൊരു ഭാഗം എന്താണ്? വിത്താണ്. ഭക്ഷണം നാം ഭക്ഷിക്കുകയും വിത്ത് എന്ത് ചെയ്യും? വിതയ്ക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയാ? അടുത്ത ഒരു കൊയ്ത്തിന് വേണ്ടി. ദൈവം പറയുന്നു, നിങ്ങൾ വിതച്ച വിത്തിനെ ദൈവം പൊലിപ്പിക്കും. എന്താ അർത്ഥം? വർദ്ധിപ്പിക്കും. കണ്ടോ? ദൈവം എനിക്ക് നന്മ തന്നു. ഒരു ഭാഗം എന്താണ്? എന്റെ ഭക്ഷണമാണ്.
മറുഭാഗം എന്താണ്? വിത്താണ്. ഞാൻ ഭക്ഷണം എന്ത് ചെയ്തു? ഞാനത് ഭക്ഷിച്ചു, വിത്ത് വിതച്ചു. ഞാൻ വിതച്ച വിത്തിനെ ദൈവം അനുഗ്രഹിക്കും. അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച ഒരു കൊയ്ത്തായി എന്നിലേക്ക് മടക്കി വരുത്തും. മനസ്സിലാകുമോ? ഇനി ഞാൻ എന്ത് ചെയ്യും? നേരത്തെ ഞാൻ 10 വിതച്ചതെങ്കിൽ ഇപ്പോഴേക്ക് 100 മടങ്ങി വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ ഇനിയും എന്ത് ചെയ്യും? ആ ലഭിച്ച നന്മയിൽ നിന്നും എന്ത് മാറ്റും? ഭക്ഷണം വേർതിരിക്കും, വിത്ത് വേർതിരിക്കും. ഞാൻ ആ വിത്തിനെ വിതയ്ക്കുമ്പോൾ ദൈവം വീണ്ടും എന്ത് ചെയ്യും? എന്റെ വിത്തിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് കൊയ്ത്തായിട്ട് മടക്കി തരും. ഇപ്പോൾ എന്റെ കയ്യിൽ അടുത്ത ഒരു നന്മ വന്നു, കൊയ്ത്തായി വർദ്ധിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഭക്ഷണത്തെയും വേർതിരിച്ചു, വിത്തിനെയും വേർതിരിച്ചു. പക്ഷെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, എനിക്ക് വന്ന കൊയ്ത്ത് അല്പം വലുതായതുകൊണ്ട് ഞാൻ വിത്തിന്റെ അളവും എന്ത് ചെയ്തു? ഒന്ന് കൂട്ടി. വിത്തിന്റെ അളവ് കൂട്ടി ഞാൻ വിതച്ചപ്പോൾ അടുത്ത പ്രാവശ്യം കൊയ്ത്തിന്റെ അളവും എന്ത് ചെയ്തു? കൂടി വന്നു. ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണത്തെ വേർതിരിച്ചു, വിത്തിനെ എന്ത് ചെയ്തു? വേർതിരിച്ചു. വിത്തിന്റെ അളവിനെ എന്ത് ചെയ്തു? വീണ്ടും കൂട്ടി. ആ കൂടിയ അളവിൽ ഞാൻ വിത്ത് വിതച്ചപ്പോൾ എന്തുണ്ടായി? ദൈവം അതിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചു. കൊയ്ത്തിന്റെ അളവ് കൂട്ടി എന്റെ കയ്യിലെത്തി. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? വിത്തിന്റെ അളവിനെ വർദ്ധിപ്പിച്ചു, അതിനെ വിതച്ചു. ദൈവം എന്റെ വിത്തിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു, അതിനെ വർദ്ധിപ്പിച്ചു. കൊയ്ത്ത് വലിയതായിട്ട് എന്റെ കയ്യിൽ വന്നു. ഞാൻ വീണ്ടും എന്ത് ചെയ്തു? വിത്തിന്റെ അളവിനെ എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു, അതിനെ വിതച്ചു. ദൈവം അതിനെ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. എനിക്ക് കൊയ്ത്തായിട്ട് വന്നു. നോക്കി, ഞാൻ ഓരോ പ്രാവശ്യവും വിതയ്ക്കുന്ന ഈ വിത്ത് സൽപ്രവൃത്തിയാണ്. ഞാൻ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലാണ് വിതയ്ക്കുന്നത്. ഒരു ദൈവദാസന്റെയോ ഒരു പാവപ്പെട്ടവന്റെയോ ജീവിതത്തിലേക്ക് ഞാൻ വിത്ത് വിതയ്ക്കുകയാണ്. അത് ഞാൻ സൽപ്രവൃത്തിയാണ്. ദൈവം എനിക്ക് അതിനെ വർദ്ധിപ്പിച്ച് കൊയ്ത്താക്കി തരുന്നു. ഞാൻ വിത്തിന്റെ അളവിനെ വീണ്ടും എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചപ്പോൾ എന്തുണ്ടായി? സൽപ്രവൃത്തികൾ ഞാൻ എന്ത് ചെയ്തു? പെരുകാൻ തുടങ്ങി, വർദ്ധിക്കാൻ തുടങ്ങി. എന്റെ കൊയ്ത്തിന്റെ അളവും എന്ത് ചെയ്തു? കൂടാൻ തുടങ്ങി. ദൈവത്തിന്റെ സാമ്പത്തിക അനുഗ്രഹത്തിന്റെ പ്രമാണം പുസ്തകത്തിൽ ഇതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വിതയ്ക്കുക, കൊയ്യുക. വിത്തിന്റെ അളവ് കൂട്ടി വിതയ്ക്കുക, വീണ്ടും എന്ത് ചെയ്യുക? വലിയ കൊയ്ത്തുണ്ടാകുക. വീണ്ടും എന്ത് ചെയ്യുക? വിത്തിന്റെ അളവ് കൂട്ടി വിതയ്ക്കുക, കൊയ്ത്ത് അധികമായി ലഭിക്കുക. ഇങ്ങനെ ക്രമേണ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്താണ്? വർദ്ധിക്കാൻ തുടങ്ങി. ഞാനതൊക്കെ ഒന്ന് വരച്ചു കാണിക്കാൻ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതി കാണിക്കാമായിരുന്നു. ദൈവം നിങ്ങളെ എങ്ങനെയാണ് ഈ വിതയിലും കൊയ്ത്തിലും കൂടെ വർദ്ധിപ്പിക്കുന്നതെന്ന്. നോക്കി സഹോദരങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വം പഠിച്ച ഒരു കാലഘട്ടമുണ്ട്. അന്നു മുതൽ ഞങ്ങൾ ശരിയായ രീതിയിൽ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. ഇന്ന് വരെ ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കോ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കോ ഞങ്ങൾക്കൊരു മുടക്കം ഉണ്ടായിട്ടില്ല. ആരുടെയും പോയി ചോദിക്കേണ്ടി വരുന്നില്ല. കാര്യം എന്താ? ഞങ്ങൾ എവിടൊക്കെ പോകുന്നുവോ, എവിടൊക്കെ നല്ല നിലങ്ങൾ കാണുന്നുവോ, അവിടെ എല്ലാം എന്താണ്? വിതയ്ക്കാറുണ്ട്. അങ്ങനെ കൃത്യമായി വിതയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളുടെ സമയത്ത് ആവശ്യമുള്ള അളവിൽ കൊയ്ത്ത് ഉണ്ടാകുന്നുണ്ട്. ഇത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ സമ്പത്തിനെ കുറിച്ചുള്ള പ്രമാണമാണ്. ഈ വിതയ്ക്കുന്ന വിത്ത് എന്താണ്? ഞാൻ ചെയ്യുന്ന സൽപ്രവൃത്തി. അതെനിക്ക് ഇവിടെ തന്നെ കൊയ്ത്തിനെ കൊണ്ടുവരും. മാത്രമല്ല, അത് നിത്യതയിലും എനിക്ക് എന്തായി തീരുക? നിക്ഷേപമായി തീരുക. നോക്കിയാട്ടെ, ഞാൻ വിതയ്ക്കുന്ന വിത്ത് ഇവിടെ എനിക്ക് എന്തിനെ കൊണ്ടുവരുന്നു? ഒരു കൊയ്ത്തിനെ കൊണ്ടുവരുന്നു. ദൈവം ആ വിത്തിനെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ച് എനിക്ക് കൊയ്ത്തായി നൽകുക മാത്രമല്ല, അത് എനിക്ക് നിത്യതയിലെ പ്രതിഫലമായി നിക്ഷേപമായി തീരുകയാണ്. ഞാനൊരു കൃഷിക്കാരന്റെ മകനാണ്. ചെറുപ്പത്തിൽ തന്നെ വയലിൽ പോവുകയും കൃഷി ചെയ്യുകയും കൊയ്യുകയും ഒക്കെ കറ്റയൊക്കെ കൊണ്ടുവന്ന് ആ ഒരു ശീലം എനിക്കുണ്ട്.
ഇപ്പൊ എൻ്റെ ഫാദർ എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ആ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കൊയ്ത് കറ്റ വീട്ടിൽ കൊണ്ടുവന്നു, അത് മെതിച്ച് നെല്ല് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് അടുത്ത വർഷം വിതയ്ക്കാനുള്ള മേൽത്തരമായത് വിത്തായി മാറ്റിവെക്കുകയാണ്. വിത്ത് മാറ്റിവെച്ച ശേഷം മാത്രമേ ആ പുതിയ കൃഷിയുടെ അനുഭവത്തിൽ നിന്നും ഭക്ഷണം കഴിക്കത്തുള്ളൂ. ആദ്യം ബുദ്ധിയുള്ള കൃഷിക്കാരൻ, ബുദ്ധിയുള്ള കർഷകൻ അവന്റെ കൊയ്ത്ത് വരുമ്പോൾ ഭക്ഷണത്തിൽ നിന്നും എന്ത് വേർതിരിക്കും? വിത്ത് വേർതിരിക്കും. വിത്ത് വേർതിരിക്കാതെ ബുദ്ധിയുള്ള ഒരു കർഷകനും ഭക്ഷിക്കത്തില്ല. അവന് ബുദ്ധിയുണ്ട്. ഈ വിത്ത് വേർതിരിച്ച് വിതച്ചെങ്കിൽ മാത്രമേ അടുത്ത വർഷം എന്തുണ്ടാകത്തുള്ളൂ? കൊയ്ത്തുണ്ടാകത്തുള്ളൂ. ദൈവമക്കളെ, അനേക ദൈവമക്കളും സാമ്പത്തികമായി ഞെരുങ്ങാനുള്ള അടിസ്ഥാനപരമായ കാരണം ദൈവം നന്മ തന്നപ്പോൾ ഭക്ഷണം മാത്രമല്ല ഭക്ഷിച്ചത്, വിത്തും കൂടെ അങ്ങ് ഭക്ഷിച്ചു. വിത്തും കൂടെ ഭക്ഷിച്ചിട്ട് കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഞെരുങ്ങുക, കർത്താവേ നീ എന്താ എന്നെ അനുഗ്രഹിക്കാത്തത്? ഞാനും നിന്റെ മകനല്ലേ, ഞാനും നിന്റെ മകളല്ലേ? കരഞ്ഞിട്ടൊരു കാര്യവുമില്ല. ദൈവത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. നീ വിതച്ച വിത്തിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് കൊയ്ത്തായി തരിക. കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവത്തിന്റെ വചനം ലംഘിച്ചിട്ടുള്ളവർ ശരിയായ രീതിയിൽ ദൈവത്തോട് അനുദപിക്കണം. എന്നിട്ട് ഇന്ന് തൊട്ട് ദൈവം നന്മ തരുമ്പോൾ ആദ്യം എന്ത് മാറ്റിവെക്കണം? വിത്ത് മാറ്റിവെക്കണം. എങ്ങനെ മാറ്റിവെക്കും? നിങ്ങളുടെ അകത്തുള്ള ആത്മാവിനോട് ചോദിക്കണം എത്ര മാറ്റിവെക്കണമെന്ന്. അത് മാറ്റി വെച്ചിട്ടേ ഭക്ഷിക്കാൻ പാടുള്ളൂ. എന്താ കാരണം? നമുക്കെല്ലാവർക്കും ശരിയായ സാമ്പത്തിക നന്മ ഇല്ലല്ലോ. അതുകൊണ്ട് കിട്ടുന്ന തന്നെ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങ് ചെലവായി പോവും. നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം തികയാത്തത് കൊണ്ട് വരുന്ന പണം എന്ത് ചെയ്യും? അപ്പോൾ തന്നെ അങ്ങ് ചിലവായി പോവും. അതുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യണം? വിത്ത് മാറ്റിവെക്കേണ്ടത്. എൻ്റെ ആരംഭകാലങ്ങളിലൊക്കെ ആ വിത്ത് മാറ്റിവെക്കാനായിട്ട് ഞങ്ങൾ വിത്ത് ഇടാനുള്ള പെട്ടി തന്നെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. കാരണം എന്താ? കയ്യിൽ വന്നാൽ അപ്പോൾ ചിലവായി പോകും. അത് ഒരു ബോക്സ് ഒക്കെ ഉണ്ടാക്കി അതിന് പണം എടുക്കാത്ത രീതിയിലുള്ള ഒട്ടിപ്പൊക്കെ ഒട്ടിച്ചു വെച്ച് പണം അകത്തോട് ഇടാൻ പറ്റൂ, പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വിദഗ്ധന്മാരാ. പണ്ട് വീട്ടിൽ അപ്പനും അമ്മയും കുടുക്കയിൽ പണം ഇടുമ്പോൾ വിദഗ്ധമായ രീതിയിൽ പണം നമ്മൾ വെളിയിലെടുക്കും. ഓക്കെ, പണം എനിക്കറിയാം എടുക്കാതിരിക്കേണ്ട വിധവും കൂടെ. ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടി പണം ഇടാൻ പറ്റും, എന്താണ് പുറത്തോട്ട് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എനിക്ക് എന്നെ പേടിയാ. കാരണം എന്റെ ആവശ്യത്തിന് പണം ലഭിക്കാത്തതുകൊണ്ട്. പക്ഷെ എനിക്കറിയാം ഞാൻ വിത്ത് വിതച്ചെങ്കിൽ മാത്രമേ എന്തുള്ളൂ? എനിക്ക് കൊയ്ത്തുള്ളൂ. ഞങ്ങൾ വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. ഇന്നും ഞങ്ങൾ കർത്താവിന്റെ പുറകിൽ വിശ്വാസത്തിൽ നടക്കുന്നു. ഞങ്ങളുടെ നന്മയ്ക്ക് ഒന്നിനും കുറവില്ല. കാര്യം എന്താ? ഞങ്ങൾ ക്രമമായിട്ട് വിത്ത് വിതയ്ക്കുന്നവരാണ്. ആമേൻ. നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നെങ്കിൽ കൊയ്ത്ത് അവിടെ ലഭ്യമാണ്. അതുകൊണ്ട് ഇത്ര നാള് കഴിഞ്ഞ നാളുകളിൽ ഭക്ഷിച്ച വിത്തിനെ ഓർത്ത് ദൈവത്തോട് എന്ത് ചെയ്യണം? ക്ഷമ പറയണം. മാത്രമല്ല ഇനി വിത്ത് ഭക്ഷിക്കത്തില്ലെന്ന് എന്ത് ചെയ്യണം? ഒരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ച് മുഖത്തോക്കി പറ, ഇനി മേലാൽ വിത്ത് ഭക്ഷിച്ചു പോകരുത്. നമുക്ക് പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നു, അറിവില്ലാത്തതുകൊണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നമ്മൾ ആരും ദാരിദ്ര്യം അനുഭവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ദാരിദ്ര്യം അനുഗ്രഹമല്ല, അത് ശാപം തന്നെയാണ്. നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ ദൈവത്തിന് ഒരു സന്തോഷവുമില്ല, അവന് ഹൃദയവേദനയാണ്. പക്ഷേ നമ്മെ അനുഗ്രഹിപ്പാൻ നാം അവന് ഒരു മുഖാന്തരം പോലും കൊടുക്കുന്നില്ല, ഒരു വിത്ത് പോലും കൊടുക്കുന്നില്ല.
ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ ലഭിച്ചിട്ടും നന്മ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ ഒരു അടിസ്ഥാന സംഗതി ഇതാണ്: അനേക നാളുകളായി നിങ്ങൾ വിത്തുകൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാനോ സാമ്പത്തികമായിട്ട് വർദ്ധിപ്പിക്കാനോ കഴിയുന്നില്ല. ഇനി എവിടെയാണ് ഈ വിത്ത് വിതയ്ക്കേണ്ടത്? അതും കൂടെ ഞാൻ പറഞ്ഞു വരാം. അതിനു മുമ്പ് ആ ഭാഗം വായിച്ചു തീർക്കാം. വാക്യം 10: എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ കണ്ട വാക്യം 11: ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെ കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. സകലത്തിലും സമ്പന്നന്മാർ. എങ്ങനെയാ? വിത്ത് വിതച്ചും കൊയ്തും. വീണ്ടും വിത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് വിതച്ച് കൊയ്ത്ത് അധികമായി സ്വീകരിച്ച് വീണ്ടും എന്ത് ചെയ്യുന്നു? വിത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് കൊയ്ത്ത് വലുതാകുന്നു. അങ്ങനെ ക്രമേണ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. എന്തിനാ? ഇനിയും ഔദാര്യമായി കൊടുക്കേണ്ടതിന്. ഇതാ ദൈവത്തിന്റെ പ്രമാണം. വിതയും കൊയ്ത്തും. വിതച്ച് കൊയ്യുക. പണം നമുക്കിതിനു വേണ്ടിയാ? സമർത്ഥമായിട്ട് കൊടുക്കാൻ വേണ്ടിയാ, ഔദാര്യമായി കൊടുക്കാൻ വേണ്ടിയാ. എന്തിനാ? നിത്യതയിൽ നമ്മുടെ നിക്ഷേപത്തെ വർദ്ധിപ്പിക്കാനും. ഈ ഭൂമിയിൽ നാം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇല്ലേ? നമ്മുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല സ്തോത്രം ചെയ്യുന്നത്. നാം ഒരു നന്മ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, ദൈവനാമത്തിൽ കൊടുക്കുമ്പോൾ, അത് പ്രാപിക്കുന്ന വ്യക്തി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളാൽ ദൈവത്തിന് സ്തോത്രം വരുവാൻ കാരണമാകേണ്ടത്. അപ്പോൾ പണം കൊടുക്കുന്നതിന് ഒത്തിരി അർത്ഥങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അടിസ്ഥാനപരമായിട്ട് എന്താണ്? നാം ഔദാര്യമായി കൊടുക്കണം. എന്തിനാ? സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവം അതാണ്. അവന്റെ മക്കളും എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ നാമത്തിന് മഹത്വമുണ്ടാകും. നമ്മൾ ആ പണം കൊടുക്കുന്നത് നമുക്ക് തന്നെ ഇവിടെ എന്തായി തീരും? വലിയ അളവിലുള്ള സമൃദ്ധിക്ക് കാരണമായി തീരും. നിത്യതയിൽ നമുക്ക് എന്തായി തീരും? പ്രതിഫലമായി തീരും. ഇനി എവിടെയാണ് ഈ വിത്ത് വിതയ്ക്കേണ്ടത്? ആ നിലവും കൂടെ വേഗം കാണിച്ചേക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം തുടങ്ങി 10-ാം വാക്യം വരെ. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. നോക്കിയേ, നിങ്ങളുടെ നന്മയുടെ ഓഹരി കൊടുക്കുവാനുള്ള ഏറ്റവും പറ്റിയ നിലം നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ദേവദാസന്മാരാണ്. ഇത് കൽപ്പനയാണ്. ഞങ്ങളത് പഠിപ്പിക്കുമ്പോൾ ആ പൂർണ്ണ പ്രാഗൽഭ്യത്തോടും അധികാരത്തോടും കൂടെ ഇത് പഠിപ്പിക്കുന്നത്. കാരണം പുസ്തകം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ ആരാണോ വചനം പഠിപ്പിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നത്, നിങ്ങളുടെ നന്മയുടെ എല്ലാ നന്മയുടെ മോഹം എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. പണം മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ നന്മയുണ്ടോ അതിന്റെ ഒരു ഓഹരി എന്ത് ചെയ്യണം? നിങ്ങൾ വചനം പഠിപ്പിക്കുന്ന ദൈവദാസന് കൊടുക്കണം. ഞാനൊരു ഭക്തിയുള്ള CSA കുടുംബത്തെ ജനിച്ച് വളർത്തപ്പെട്ടു. അന്നൊന്നും ഇത്തരം വചനമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊരു നല്ല ആഹാരം ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ ഒരു പങ്ക് ഞങ്ങളുടെ സഭയിലെ ഉപദേശിമാരാ ഞങ്ങൾ കൊടുത്തിരിക്കും. രാവിലെ അമ്മ നല്ല അപ്പം ഉണ്ടാക്കിയാൽ ഒരു പാത്രത്തിൽ തന്നുവിടും. മോനെ കൊണ്ടുപോയി പള്ളിയിൽ കൊടുക്കാൻ പറയും, ഉപദേശിക്ക് കൊടുക്കാൻ പറയും. തേങ്ങ നടത്തുമ്പോൾ തേങ്ങയുടെ ഒരു വിഹിതമാർക്കാ ഉപദേശിക്ക്. വിറകുണ്ടാക്കുമ്പോൾ വിറകിന്റെ ഒരു വിഹിതമാർക്കാ ഉപദേശിക്ക്. ഞങ്ങൾക്ക് തുണി വാങ്ങിക്കുമ്പോൾ ഒരു വിഹിതമാർക്കാ ഉപദേശിക്ക്. ഞങ്ങളുടെ അമ്മയ്ക്കൊന്നും അറിയത്തില്ല സഹോദര, ഈ വാക്കിനൊന്നും അറിയത്തില്ല. പക്ഷെ എവിടുന്നോ എന്ത് വന്നു, ആ ഒരു ചിന്ത ദൈവം കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ ദൈവമക്കളും ചെയ്യുന്നവരാ. ഇന്ന് ആ കുടുംബങ്ങളൊക്കെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. കേരളത്തിൽ
IDBI ബാങ്ക് ആദ്യം വന്നത് കോട്ടയത്താണ്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ ബ്രാഞ്ച് ആരംഭിച്ചത് തിരുവല്ലയിലാണ്. അപ്പൊ തിരുവല്ലയിൽ ബ്രാഞ്ച് ആരംഭിച്ചപ്പോൾ അവിടെയുള്ള ബിസിനസ്സുകാരൊക്കെ അവർ ക്ഷണിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്, 2000 മുമ്പായിരിക്കണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ എൻ്റെ ഒരു സഹോദരൻ, അന്നതും ഒരു ചെറിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹവും അവരുടെ ഈ ബാങ്കിന്റെ ഇനാഗുറേഷന് വേണ്ടി പോയി. അവർ ചോദിച്ചു, നിങ്ങൾ കൊച്ചിയിൽ ബാങ്ക് തുടങ്ങാതെ എന്തുകൊണ്ടാ കോട്ടയത്തും തിരുവല്ലയിലും ആരംഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, കോട്ടയം റബ്ബർ ടൗണാണ്. അന്ന് റബ്ബറിന് ഭയങ്കരമായ വിലയുള്ള സമയമാണ്, അതുകൊണ്ട് അവിടെ തുടങ്ങി. തിരുവല്ലയിലോ അദ്ദേഹം പറയാ, ഒരു നോർത്ത് ഇന്ത്യക്കാരനായ മാനേജർ പറയാണ്, തിരുവല്ലയിലാണ് ഏറ്റവും അധികം പണമുള്ളത്. കേരളത്തിൽ ഏറ്റവും അധികം പണവും വരുന്ന സ്ഥലം എവിടെയാണ്? തിരുവല്ലയില്ല. തിരുവല്ലയിലും ചുറ്റുപാടും ആരയില്ല, വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ കയ്യില. പറഞ്ഞത് ആരാ? ഒരു നോർത്ത് ഇന്ത്യൻകാരനാ പറഞ്ഞത്. കാര്യം എന്താ? 2 തലമുറയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 3 തലമുറയ്ക്ക് മുമ്പ് സുവിശേഷത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം പട്ടിണി പാപങ്ങൾ അന്നോടെ ഉണ്ടായിരുന്നു. അവർ പീഡനം അനുഭവിച്ചു വിശ്വാസത്തിന് വേണ്ടി. പക്ഷേ അവർ കഷ്ടം അനുഭവിച്ചെങ്കിലും, പട്ടിണി കടന്നെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടിയും ദൈവദാസന്മാർക്ക് വേണ്ടിയും അവർ പ്രാപ്തിക്ക് അപ്പുറമായി കൊടുത്തു. സ്വന്തം മക്കൾക്ക് കഞ്ഞിയുടെ വെള്ളം കൊടുത്തിട്ട് ദൈവദാസന്മാർക്ക് അവരെന്ത് ചെയ്തു? ചോറ് കൊടുത്തു. സ്വന്തം മക്കളെ മൺതറയിൽ കിടത്തിയിട്ട് ദൈവദാസന്മാരെ അവർ പായിൽ കിടത്തി, അവരുടെ കുടുംബത്തെ പോറ്റി. ദൈവം ഇന്ന് അവരുടെ തലമുറകളൊക്കെ സമൃദ്ധിയായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ തത്വത്തിന് മാറ്റമില്ലെന്ന്. നിങ്ങൾ കർത്താവിന്റെ വചനം അനുസരിച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെ എന്ത് ചെയ്യും? ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. അവർ പണം കൊടുത്തു, ദൈവം പണത്തിൽ തന്നെ അവരെന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. 3, 4 തലമുറ ഒക്കെ ഇന്ന് കർത്താവിന്റെ മാർഗം വിട്ട് തെറ്റിത്തുടങ്ങി. അത് വേറൊരു കാര്യം. പക്ഷെ ദൈവമാർഗം കടക്കാരല്ലെന്ന്. നിങ്ങൾ വചനം പ്രമാണിച്ചാൽ അതിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന്. യെസ്, നിങ്ങൾ തിരുവല്ലയിലും കുമ്പനാടും അല്ലെങ്കിൽ കോഴഞ്ചേരിയും തുടങ്ങിയ എല്ലാ സ്ഥലവും പോയി നോക്കണം. കേരളത്തിൽ ഏറ്റവും അധികം ധനം അവിടെയാ. ആരുടെ കയ്യില? ദൈവമക്കളുടെ കയ്യില. എന്തുകൊണ്ടാ? അവരുടെ പിതാക്കന്മാർ ദൈവത്തിന്റെ വചനം അനുസരിച്ചു. അവരെ വചനം പഠിപ്പിച്ചവരെ, അവരെ നടത്തിയ ദൈവദാസന്മാരെ അവർ അതുപോലെ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. ദൈവം ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ വിശ്വസ്തനാണ്. ഒരുപക്ഷെ അന്ന് ഈ വചനമെല്ലാം അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ പാസ്റ്റർമാർ അവരെ പഠിപ്പിച്ചു കാണത്തില്ല. പക്ഷെ അവരനുസരിച്ചു. ദൈവം അവരെ തലമുറകളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. അപ്പൊ നിങ്ങൾക്ക് വചനം, നിങ്ങൾക്ക് വിത്ത് വിതയ്ക്കുവാൻ, നന്മയുടെ ഓഹരി വിതയ്ക്കുവാനുള്ള ഏറ്റവും ബെസ്റ്റ് നിലം നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസന്മാരാണ്. താഴോട്ട് വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 7ഉം 8ഉം വാക്യത്തിൽ വീണ്ടും വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണം പറയുക. കേട്ടോ, 7ഉം 8ഉം വാക്യം എന്താണ്? വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണം. വായിക്കാം. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നോക്കി, തത്വം മനസ്സിലായോ? നിങ്ങൾ എന്താണോ വിതച്ചത് അതിപ്പോൾ കൊയ്യുകയാണ്. നിങ്ങൾ ജഡത്തിലാണ് വിതച്ചതെങ്കിൽ എന്ത് കൊയ്യുകയാണ്? നാശം കൊയ്യുക. അങ്ങനെ നാശം കൊയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തെ പരിഹസിക്കരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ വിതച്ചത്
നിങ്ങൾ നാശം വിതച്ചു, ഇപ്പൊ എന്ത് കൊയ്യുന്നു? നാശം കൊയ്യുന്നു. ജഡത്തിൽ വിതച്ചു, എന്ത് കൊയ്യുന്നു? നാശം കൊയ്യുന്നു. അങ്ങനെ നിങ്ങളെ ചെയ്ത് കഷ്ടത കൊയ്യുമ്പോൾ, തകർച്ച കൊയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ദൈവത്തെ പരിഹസിക്കരുത്. ദൈവമേ, നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു ഇത് ചോദിക്കരുത്. ആ ദൈവം ഒന്നും ചെയ്തിട്ടല്ല, നീ എന്ത് വിതച്ചുവോ അതിപ്പോൾ എന്ത് ചെയ്യുന്നു? കൊയ്യുന്നു. അതുകൊണ്ട് സ്വയം വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവത്തെ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കാനും പാടില്ല. മനുഷ്യ, നീ വിതച്ചതാണ് കൊയ്യുന്നത്. ജഡത്തിൽ വിതച്ചാൽ എന്ത് കൊയ്യും? നാശം കൊയ്യും. ആത്മാവിലാണെങ്കിലോ നിത്യജീവനെ കൊയ്യും. അപ്പൊ കൊയ്ത്തിന്റെ പ്രമാണം കണ്ടോ? നിങ്ങൾ എന്ത് വിതച്ചാലും ഒരു കൊയ്ത്തുണ്ട്. പണം വിതച്ചാൽ പണം കൊയ്യും, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറെ കുടുംബം തകർത്താൽ നിങ്ങളുടെ കുടുംബത്തിന് ഇതുണ്ടാവും, നിങ്ങളുടെ മക്കളുടെ കുടുംബങ്ങളിലും തകർച്ചയുണ്ടാകും. നിങ്ങൾ മറ്റൊരുത്തന്റെ ബിസിനസ് തകർത്താൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ആ തകർച്ച വരും. നിങ്ങൾ കാറ്റ് വിതച്ചാൽ എന്ത് കൊയ്യും? കൊടുങ്കാറ്റ് കൊയ്യും, സംശയമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ തിന്മ വിതച്ചിട്ട് തിന്മ കൊയ്യുമ്പോൾ ദൈവത്തെ എന്ത് ചെയ്യാൻ പാടില്ല? പരിഹസിക്കരുത്. ദൈവമല്ല ഇതിന്റെ കാരണക്കാരൻ. ദൈവം ദോഷങ്ങളാൽ ആരും എന്ത് ചെയ്യുന്നില്ല? പരീക്ഷിക്കുന്നില്ല. നിങ്ങൾ എന്ത് വിതച്ചോ അതിപ്പോഴെന്ത് ചെയ്യാണ്? കൊയ്യുകയാണ്. അതുകൊണ്ട് വെറുതെ വഞ്ചിക്കപ്പെട്ടു പോകാൻ, സ്വയം വഞ്ചിതനാകരുത്, അവൻ അർത്ഥം. അത് മനസ്സിലാകുമോ? ഇവിടെ വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയുടെയും ഓഹരി കൊടുക്കാൻ പറഞ്ഞിട്ട് 7-8 വാക്യങ്ങളിൽ വീണ്ടും എന്ത് പറയുക? വിതയുടെയും കൊയ്ത്തിന്റെയും പ്രമാണം പറയുക. എന്നിട്ട് 9-ാം വാക്യം പറയുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. 6-ാം വാക്യം പറഞ്ഞു, വചനം പഠിക്കുന്ന നിങ്ങൾ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയുടെയും ഓഹരി കൊടുക്കുക. എന്നിട്ട് 9-ാം വാക്യം പറയുന്നു, അങ്ങനെ നന്മ ചെയ്യുകയിൽ നാം എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയാണ്, ദൈവത്തിന്റെ മക്കൾ നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം, മടുത്തു പോകരുത്. പറയുന്നു, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് തന്നെ നാം കൊയ്യും. അപ്പോൾ തൊട്ടു മുകളിലെ കാര്യം എന്താണ്? കൊയ്ത്തിന്റെ പ്രമാണമല്ലേ? ഇവിടെ നാം കൊയ്യുമെന്ന നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തളർന്നു പോകുന്നില്ലെങ്കിൽ തക്ക സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ കൊയ്യും. അപ്പോൾ നിങ്ങൾ വിതച്ചാൽ കൊയ്ത്തുണ്ടോ? നന്മ വിതച്ച നന്മ കൊയ്യുമോ? തിന്മ വിതച്ചാൽ തിന്മ കൊയ്യുമോ? യെസ്. അപ്പോൾ നന്മ ചെയ്യുന്ന വ്യക്തി മടുത്തു പോകരുത്, നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. തക്ക സമയത്ത് എന്ത് ചെയ്യും? കൊയ്യും. അവിടെ ഒരല്പം കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ നെല്ല് വിതച്ചാൽ, നെല്ല് വിതച്ചു, ഒരു 3 മാസം, ഒരു 90, 100, 110 ദിവസം നിങ്ങൾ കാത്തിരുന്നെങ്കിൽ മാത്രമേ കൊയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഇന്നലെ വിത്ത് വിതച്ചിട്ട് നാളെ കൊയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ത് ചെയ്യണം? മിനിമം 90, 100 ദിവസം എന്ത് ചെയ്യണം? കാത്തിരുന്നെങ്കിലേ കൊയ്ത്ത് നടക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾ ഇന്ന് പണം വിതച്ചു, നിങ്ങൾക്ക് ആവശ്യം ഇന്ന് തന്നെയാണ്. നിങ്ങളിന്ന് രാവിലെ എന്ത് ചെയ്തു? ഒരു വിത്ത്, ഒരു പണത്തിന്റെ വിത്ത് വിതച്ചു. നിങ്ങൾക്ക് ആവശ്യപ്പെടാ ഇന്ന് വൈകിട്ടാ. ഇന്ന് വൈകിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് വേണമെങ്കിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കണം. അർത്ഥം, നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഉറപ്പ് ആവശ്യമാണ്. എങ്കിലേ തക്ക സമയത്ത് നിങ്ങളുടെ ആവശ്യത്തിന് കൊയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ക്രമമായി വിത്ത് വിതയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ കൊയ്ത്തും എന്ത് ചെയ്യും? ക്രമമായിട്ട് ഇങ്ങനെ വന്നുകൊള്ളും. നിങ്ങൾ ക്രമമായിട്ട് വിത്ത് വിതച്ചുകൊണ്ടേയിരിക്കുക. പണത്തിന്റെ വിത്ത് എന്താണ്? നിങ്ങൾ ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ക്രമമായി വിതയ്ക്കുന്ന വ്യക്തിയാണ്. ആ കൊയ്ത്തിങ് വന്നോളും. പക്ഷെ നിങ്ങൾക്ക് ഇന്നൊരാവശ്യമുണ്ട്, എമർജൻസിയാണ്, 4 മണിക്ക് ഒരു പണത്തിന്റെ ആവശ്യമുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് ഇന്ന് തന്നെ കൊയ്ത്ത് വേണമെങ്കിൽ എന്തുണ്ടാകണം? നിങ്ങളുടെ വിശ്വാസവും കൂടെ ഓപ്പറേറ്റ് ചെയ്യണം. അവിടെ തളർന്നു പോയാൽ എന്തുണ്ടാകത്തില്ല? കൊയ്ത്ത്
ഉണ്ടാകത്തില്ല. നിങ്ങൾ കടം വാങ്ങിക്കാൻ വേണ്ടി പോയാൽ എന്തുണ്ടാകത്തില്ല? കൊയ്ത്ത് ഉണ്ടാകത്തില്ല. ക്രമമായി വിതയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിൽ ഒരു കൊയ്ത്ത് നടക്കണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസവും കൂടെ ഓപ്പറേറ്റ് ചെയ്യണം. തളർന്നു പോകരുത്. അങ്ങനെ തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് കൊയ്ത്തുണ്ടാകും. മനസ്സിലാകുമോ? തത്വം മനസ്സിലാകുന്നുണ്ടോ? യെസ്. അപ്പോൾ ഇവിടെ പറഞ്ഞ തത്വം വിതയുടെയും കൊയ്ത്തിൻ്റെതുമാണ്. ഇനി താഴോട്ട് 10-ാം വാക്യം, ആകയാൽ, കണ്ടോ, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. കണ്ടോ? അപ്പൊ വിതച്ചാൽ എന്തുണ്ട്? കൊയ്ത്തുണ്ട്. ആകയാൽ എന്ത് ചെയ്യണം? അവസരം കിട്ടും പോലെ. അവസരം നോക്കിയിരിക്കണം എവിടെ വിതയ്ക്കാൻ പറ്റുമെന്ന്. ഈ തത്വം ഗ്രഹിച്ചു കഴിഞ്ഞാലേ പിന്നെ പോകുന്ന വഴിക്ക് നോക്കണം എവിടെ നല്ല നിലവെന്ന്, അവിടെ ഒന്ന് വിതച്ചേക്കണം. പണം വാങ്ങിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ദിവാസന്മാർ, പണം കൊടുക്കാനും പഠിക്കണം. അനേക ദിവാസന്മാരും ദാരിദ്ര്യം അനുഭവിക്കാൻ കാരണം അവർക്ക് വാങ്ങിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, കൊടുക്കാനായിട്ട് അറിയില്ല. അവരുടെ ധാരണ ദിവാസന്മാരെല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി ഉള്ളവരാണെന്ന തെറ്റിപ്പോയി. നിങ്ങൾ വിതയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും എന്തില്ല? കൊയ്ത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ജനത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക, ജനം നിങ്ങൾക്ക് നന്മ തരിക. അപ്പോൾ തന്നെ അതിനകത്ത് എന്തുണ്ട്? നിങ്ങൾക്ക് വിത്തുണ്ട്. ആ വിത്ത് എന്ത് ചെയ്യണം? കൃത്യമായി വിതച്ചോണം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. അടുത്ത 2 നിലം അവിടെ ഉണ്ട്. ഒന്ന് സഹവിശ്വാസികൾ, ഓക്കെ. 3 എല്ലാവരും. അർത്ഥം എന്തുവാ? സഹവിശ്വാസികൾ അർത്ഥം എന്താ? ദൈവസഭയിൽ നിങ്ങളുടെ സ്വന്തം കൂട്ടായ്മയിലാകാം, വെളിയിലാകാം. ഒരാവശ്യം കണ്ടാൽ ആത്മാവിന്റെ നിയോഗമുണ്ടെങ്കിൽ അവിടെ വിതയ്ക്കണം. അതിനാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു ശുശ്രൂഷയിലായിരിക്കാം, മറ്റൊരു ദൈവദാസനായിരിക്കാം, മറ്റൊരു മിനിസ്ട്രി ആയിരിക്കാം, നിങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു ഗ്രൂപ്പായിരിക്കാം. പക്ഷെ എവിടെ ഒരു ആവശ്യം കണ്ടാലും ആത്മാവിന്റെ നിയോഗമുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? വിത്ത് വിതയ്ക്കണം. ആ സഹവിശ്വാസികൾ മാത്രമല്ല, എല്ലാവർക്കും, എല്ലാവരുമാരാ. ദൈവസഭയ്ക്കു വെളിയിൽ ഒരു കൂട്ടം മനുഷ്യരുണ്ട്. അവന്റെ മതം ചോദിക്കരുത്, ജാതി ചോദിക്കരുത്. ആത്മാവ് പ്രേരിപ്പിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ നന്മയുടെ ഓഹരി കൊടുത്തേക്കാം. പാസ്റ്റർമാർ പറയും മുഴുവൻ പണവും ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതരണമെന്ന്. അതിന് വ്യവസ്ഥയൊന്നുമില്ല. അത് പഴയ ഉടമ്പടിയില്ല. നിങ്ങൾക്കിന്ന് ആത്മാവകത്തുണ്ട്. അവിടെ ഒന്നാമത് നിങ്ങളുടെ വിത്ത് എവിടെ കൊടുക്കേണ്ടത്? നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ദൈവദാസൻ. പണം മാത്രമല്ല, നിങ്ങളുടെ എല്ലാ നന്മയുടെയും ഓഹരി എന്ത് ചെയ്യണം? കൊടുക്കണം. അത് കൽപ്പനയാണ്. രണ്ടാമത് എവിടെയാണ്? സഹവിശ്വാസികളുടെ ജീവിതത്തിൽ. സഹശുശ്രൂഷകന്മാർ, മറ്റ് സംഘടനകൾ, അല്ലെങ്കിൽ മറ്റ് ദൈവവേലക്കാർ, എവിടെയും കർത്താവിന്റെ രാജ്യത്തിൽ പ്രവർത്തിക്കുന്ന എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ നന്മയുടെ ഓഹരി കൊടുക്കാം. 3 സഭയ്ക്കു വെളിയിൽ മറ്റ് മനുഷ്യരുണ്ട്, ജാതികളുണ്ട്. അവന്റെ ജാതി മതവും ചോദിക്കരുത്. ഒരാവശ്യം കാണുമ്പോൾ ആത്മനിയോഗം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ഈ 3 നിലങ്ങളെ കുറിച്ച് പുസ്തകം പറഞ്ഞിരിക്കുക. എന്നാൽ ഇവിടെ 3 കൊടുക്കുമ്പോഴും ഈ തത്വം മറന്നു പോകരുത്. നിങ്ങളുടെ ആത്മാവിന്റെ നിയോഗം. എവിടെ കൊടുക്കണമെന്നും എത്ര കൊടുക്കണമെന്നും എപ്പോഴാണ് കൊടുക്കണമെന്നും ഉള്ളത് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് എന്തുണ്ടാകണം? നിയോഗം ഉണ്ടാകണം. അല്ലെങ്കിൽ നഷ്ടം വരും. ആവശ്യം കണ്ടതുകൊണ്ട് നിങ്ങൾ കൊടുക്കേണ്ടതില്ല. നിങ്ങളൊരു ആവശ്യം കണ്ടു, ഞെരുക്കം കണ്ടു, അവിടെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളുടെ ജോലിയല്ല. പക്ഷെ ആ ആവശ്യം കണ്ടപ്പോ നിങ്ങളുടെ ആത്മാവിൽ ദൈവത്തിന്റെ നിയോഗമുണ്ടായോ?
കൊടുക്കണം. മറന്നുപോയത് കാര്യം. എല്ലായിടത്തും ആവശ്യം കാണും. എല്ലാ ആവശ്യങ്ങളിലും കൊടുക്കുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾക്ക് അവകാശവുമില്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പക്ഷെ ദൈവാത്മാവ് നിയോഗിക്കുന്ന ഇടങ്ങളുണ്ട്, അവിടെ നിങ്ങൾ ക്രമമായി കൊടുക്കണം. അവിടെ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ വിത്തുകൾ വിതയ്ക്കുവാൻ ശരിയായ നിലങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്രമമായി വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാവണ്ണമുള്ള കൊയ്ത്തുണ്ടാകും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ വചനം മനസ്സിലായി? ഇത്ര നാളും നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കം അനുഭവിച്ചതിന്റെ പ്രധാന കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? വിത്തും കൂടെ നാം ഭക്ഷിച്ചിട്ടാണ്. ഹല്ലേലൂയ. എന്നൊരു തീരുമാനമെടുക്കണം, ക്രമമായി വിത്ത് വിതയ്ക്കാൻ. അതത്ര എളുപ്പമൊന്നുമല്ല. പണം വരുമ്പോൾ നമുക്ക് ആവശ്യം അധികമായിരിക്കും. അതുകൊണ്ട് തീരുമാനമെടുത്ത് ചിലവാക്കും മുമ്പ് തന്നെ എന്ത് ചെയ്യണം? വിത്ത് വേർതിരിക്കണം. പറ്റുമെങ്കിൽ അന്ന് തന്നെ അങ്ങ് കൊടുത്തോണം. ഇല്ലെങ്കിൽ വേർതിരിച്ച് വെക്കുവാൻ നിങ്ങൾക്ക് ഒരു സംവിധാനം നിങ്ങൾ ചെയ്യണം, ഉണ്ടാക്കിയെടുത്തോണം. കുറെ കഴിയുമ്പോൾ നിങ്ങളങ്ങ് സൗഖ്യമാകും. പിന്നീട് കൊടുക്കുന്ന കാര്യത്തിൽ പ്രയാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ സമർത്ഥമായിട്ട് കൊടുക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിന്റെ മേൽ നിങ്ങളെ അനുഗ്രഹിപ്പാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. വചനം വായിച്ചല്ലോ, ദൈവം നമുക്ക് സകല കൃപയും പെരുക്കുവാൻ ശക്തനാണ്. എന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ആ കൃപ വർദ്ധിപ്പാൻ ദൈവത്തിന് ഇഷ്ടമാണ്. നാം ദാരിദ്ര്യം അനുഭവിക്കുന്നതോ പട്ടിണി കിടക്കുന്നതോ ഒന്നും കർത്താവിൻ്റെ ഹിതമല്ല. നാം കടം അനുഭവിക്കുന്നത്, കടഭാരത്തിൽ തുടരുന്നത് അവന് ഇഷ്ടമല്ല. നമ്മെ വിടുവിപ്പാൻ അവൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ കാലങ്ങളുണ്ടായ അബദ്ധങ്ങളൊക്കെ ഏറ്റു പറയാം. പണത്തെ നാം ശരിക്കും വിനിയോഗിച്ചില്ല. പറഞ്ഞല്ലോ, ധൂർത്ത് പാപമാണ്. മിക്കപ്പോഴും നാം പണം അധികം ചിലവഴിച്ചു. നമ്മുടെ ജഡത്തിന്റെ സുഖത്തിനു വേണ്ടി ധൂർത്തടിച്ചത് കൊണ്ട് പലരും ഇന്ന് കഷ്ടമനുഭവിക്കുന്നു. അതൊക്കെ ഏറ്റു പറഞ്ഞ കർത്താവേ, നിന്റെ ആത്മാവിനെ കൂടാതെ ഞാൻ പണം ചെലവാക്കിയിട്ടുണ്ട്. നിന്റെ ആത്മാവിനോട് ചോദിക്കാതെ എൻ്റെ ജഡത്തിന്റെ ഇഷ്ടത്തിൽ ഞാൻ പണം ചെലവാക്കി ഇന്ന് കഷ്ടമനുഭവിക്കുന്നുണ്ട്. കർത്താവിനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഏതെങ്കിലുമൊക്കെ ബോധ്യം തരുന്നെങ്കിൽ അതൊക്കെ അങ്ങ് ഏറ്റു പറയണം. കഴിഞ്ഞ കാലങ്ങളിൽ ദുർവിനിയോഗം ചെയ്തു, ധൂർത്തടിച്ചു, കർത്താവിനോട് ചോദിക്കാതെ പണം ചെലവഴിച്ചു. അങ്ങനെ ഞെരുക്കമുള്ളവരുണ്ട്. അത് ഏറ്റു പറയണം. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ്